السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين الذي أرسل رسوله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون ولو كره الكافرون. أشهد أن لا إله إلا الله وحده لا شريك له له الملك وله الحمد وهو على كل شيء قدير. وأشهد أن محمدا عبده ورسوله الأب الرحيم رحمة للعالمين والمعلم الكريم والمربي ذو الخلق العظيم بالمؤمنين رؤوف رحيم. وصلى الله وسلم على النبي الأمين وعلى آله الطيبين الطاهرين وصحابته الغر الميامين ومن سار على نهجهم إلى يوم الدين. أما بعد. ഏറെ ബഹുമാന്യരായ സീറ പഠിതാക്കളെ, പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, സഹോദരങ്ങളെ, അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തിരുസീറ കേൾക്കുന്നതിനും മനസ്സിലാക്കുന്നതിനും ജീവിതത്തിൽ കഴിവിൻ്റെ പരമാവധി ആ സീറയിൽ നിന്ന് കിട്ടുന്ന പാഠങ്ങൾ പ്രാവർത്തികമാക്കുന്നതിനും അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയ ഒരു അവസരത്തെ ആ ഒരു മൂല്യത്തോടു കൂടി തന്നെ ഞാനും നിങ്ങളും കാണണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ പൂർണ്ണാർത്ഥത്തിൽ പിൻപറ്റുന്ന ആളുകളിൽ നമ്മളെവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. തബൂക്ക് യുദ്ധത്തിൻ്റെയും അതിനുശേഷമുള്ള നിരവധി സംഭവങ്ങളുടെയും കാര്യങ്ങൾ വിശദീകരിച്ചുകൊണ്ടാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ് അവസാനിപ്പിച്ചത്. അതിൽ വിശിഷ്യ അവസാനം നമ്മൾ പറഞ്ഞ 3 സ്വഹാബിമാരുടെ സംഭവങ്ങൾ, വഅല സലാസത്തില്ലദീന ഖുല്ലിഫു എന്ന് ഖുർആനിൽ 3 പേർ എന്നെടുത്തു പറഞ്ഞ ആ 3 ആളുകൾ, കഅബ് ഇബ്നു മാലിക്, മുറാറത്ത് ഇബ്നു റബിയ, അതുപോലെ തന്നെ ഹിലാൽ ഇബ്നു ഉമയ്യ എന്നീ 3 സ്വഹാബിമാർ യാതൊരു കാരണവുമില്ലാതെ തബൂക്കിൽ നിന്ന് പിന്തി നിന്ന ആളുകൾ. അവരുടെ കാര്യങ്ങളും അവരുടെ തൗബ അള്ളാഹു സ്വീകരിച്ചതും 50 ദിവസത്തോളം അവരുമായി മുസ്ലിം സമൂഹം പൂർണ്ണമായും വിട്ടുനിൽക്കണം, ഒരു സംസാരിക്കാൻ പോലും പാടില്ല എന്നുള്ളൊരു നിരോധനം ഏർപ്പെടുത്തിയതും ഒക്കെ നമ്മൾ പറയുകയുണ്ടായി. സ്വഹാബിമാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ജീവിതത്തിൽ ഇങ്ങനെ ഉണ്ടാകുന്ന ചില തെറ്റുകൾ അതൊരിക്കലും അവരുടെ മഹത്വത്തിന് ഒരു കുറവും വരുത്തുന്നില്ല എന്ന് മാത്രമല്ല, നമ്മളുമായി തട്ടിച്ചു നോക്കിക്കഴിഞ്ഞാൽ എത്രയോ വലിയ മഹത്വത്തിന് ഉടമയാണ് അവർ എന്ന് ബോധ്യപ്പെടുകയാണ് കൂടുതൽ നമുക്ക് ചെയ്യുന്നത്. അങ്ങനെ നിരവധി സ്വഹാബിമാരെ നമുക്ക് കാണാൻ കഴിയും. നമ്മളിപ്പോൾ പറഞ്ഞ സ്വഹാബിമാർ, അതുപോലെ തന്നെ മായിസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹുവിനെ പോലെയുള്ള താൻ ചെയ്ത തെറ്റിന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മുമ്പിൽ വന്ന് ആ തെറ്റ് അംഗീകരിക്കുകയും ഏറ്റുപറയുകയും ഇഹലോകത്ത് അതിനുള്ള ശിക്ഷ എന്താണോ ഇസ്ലാമിലുള്ളത് അത് ഏറ്റെടുക്കാൻ തയ്യാറാവുകയും ചെയ്ത ആളുകൾ. മായിസ് റളിയല്ലാഹു അൻഹുവിൻ്റെ സംഭവം ഒരുപക്ഷെ നമ്മൾ കേട്ടിട്ടുണ്ടാവാം. വ്യഭിചാരത്തിൽ അബദ്ധവശാൽ അദ്ദേഹം ചെയ്തു പോയ ആ തെറ്റ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പോലും വീണ്ടും വീണ്ടും ആവർത്തിച്ച് അങ്ങോട്ട് ചോദിക്കണം മായിസ്. കാരണം ഒരു തെറ്റ് ഇസ്ലാമിൽ ഈ ദുനിയാവിൽ വെച്ച് ഒരു തെറ്റ് തെളിയിക്കപ്പെട്ടാൽ, അല്ലെങ്കിൽ ആ തെറ്റ് ഒരാൾ അംഗീകരിച്ച് ആ തെറ്റ് ചെയ്തു എന്ന് ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ, തെളിവുകളുടെ അടിസ്ഥാനത്തിൽ, സാക്ഷികളുടെ അടിസ്ഥാനത്തിൽ, അല്ലെങ്കിൽ സ്വയം തന്നെ അയാൾ അത് അംഗീകരിച്ച് ഏറ്റു പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ ഒക്കെ അത് സ്ഥിരപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ അതിൽ എന്താണ് ഇസ്ലാമിൽ ശിക്ഷ ഉള്ളത് അത് നടപ്പാക്കണം എന്നുള്ളത് ഇസ്ലാമിക നിയമമാണ്, അള്ളാഹുവിൻ്റെ നിയമമാണ്. അതിലെന്തെങ്കിലും വെള്ളം ചേർക്കാനോ അല്ലെങ്കിൽ അത് വേണ്ട, അത് ഇളവ് ചെയ്യാം എന്ന് പറയാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പോലും അധികാരമില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഈ സ്വഹാബിമാരുടെയും അതുപോലെ തന്നെ ഇസ്ലാമിക ചരിത്രത്തിൽ നടന്ന പല സംഭവങ്ങളുടെയും വെളിച്ചത്തിൽ നമുക്ക് മൊത്തത്തിൽ മനസ്സിലാക്കാൻ കഴിയുന്ന വലിയൊരു പാഠമുണ്ട്. അതായത് ഒരു സമൂഹത്തിൽ ഒരാൾ തെറ്റ് ചെയ്തു,
ഒരു വ്യക്തി തെറ്റ് ചെയ്തു, അത് നമുക്ക് ആ വ്യക്തിയോട് നേരിട്ട് സംസാരിക്കുകയോ വ്യക്തിപരമായി അയാളെ തിരുത്തുകയോ അല്ലെങ്കിൽ അയാളുടെ മേൽ സ്വാധീനമുള്ള ഒരു വിദ്യാർത്ഥിയോ അല്ലെങ്കിൽ ഒരു മകനോ ആണെങ്കിൽ ഉപ്പയോടോ ഉമ്മയോടോ പറഞ്ഞ് നമുക്ക് തിരുത്താൻ കഴിയും. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സംവിധാനത്തിന് കീഴിൽ പ്രവർത്തിക്കുന്ന ആണെങ്കിൽ ഒരു അധ്യാപകരോട് പറഞ്ഞാൽ ഒരു പക്ഷേ തിരുത്താൻ കഴിയും. വലിയ വലിയ തെറ്റുകൾ ചെയ്ത് സമൂഹത്തിൽ വലിയ വലിയ തെറ്റുകൾ ചെയ്യുന്ന മുതിർന്ന ആളുകളാണ്. ഈ പറഞ്ഞ ചെറിയ കുട്ടികളോ അല്ലെങ്കിൽ ഏതെങ്കിലും സംവിധാനത്തിലോ ഉള്ളിൽ ജീവിക്കുന്ന ആളുകളൊന്നും അല്ല. മുതിർന്ന സ്വതന്ത്രമായി ജീവിക്കുന്ന ആളുകളാണെങ്കിൽ അവരെയും ഒരു പക്ഷേ നമുക്ക് നമ്മുടെ സംസാരം കൊണ്ട് തിരുത്താൻ കഴിയും. അതല്ല എങ്കിൽ സ്നേഹത്തോടു കൂടി നമ്മൾ അയാളുമായിട്ട് നല്ല ബന്ധമുള്ള ആളാണെങ്കിൽ, തെറ്റ് ചെയ്ത ആളുടെ എളാപ്പയാണ് അല്ലെങ്കിൽ മൂത്താപ്പയാണ്, ഒരു ഉപ്പയെപ്പോലെ ഇടപെടാൻ കഴിയുന്ന ആളാണ്, ഒരു പക്ഷേ 1-2 അടി കൊടുത്താൽ അല്ലെങ്കിൽ ഒന്ന് കയർത്ത് സംസാരിച്ചാൽ, ഒന്ന് മാറ്റി നിർത്തി കുറച്ച് രൂക്ഷമായി തന്നെ പറഞ്ഞാൽ ചിലപ്പോൾ അത് മാറ്റാൻ കഴിയും. അല്ലെങ്കിൽ അതിൽ നിന്ന് ആ തെറ്റ് ബോധ്യപ്പെട്ട് ശരിയായ വഴി തിരഞ്ഞെടുക്കാൻ അയാൾക്കത് പ്രേരകമാവും. അതുമല്ലെങ്കിൽ അതിനപ്പുറത്തേക്കുള്ള വഴികൾ നമുക്ക് സ്വീകരിക്കാൻ കഴിയും. ഏതാണോ ആ സാഹചര്യത്തിനും സന്ദർഭത്തിന് അനുയോജ്യമായത്, അയാളുടെ പ്രായത്തിന്, നമ്മൾ ജീവിക്കുന്ന സമൂഹത്തിന്, നമ്മളും അയാളും തമ്മിലുള്ള ബന്ധം, ഇതൊക്കെ നോക്കി നമുക്കൊരാളെ തിന്മയിൽ നിന്ന് പിന്തിരിപ്പിച്ച് നന്മയിലേക്ക് കൊണ്ടുവരാൻ കഴിയും. എന്നാൽ ഇതിനപ്പുറത്ത് ഈ ഒരാളുടെ തെറ്റുകൾ നമ്മൾ ഒരു ഇസ്ലാമിക ഭരണം നടക്കുന്ന ഇസ്ലാമികമായ നീതിന്യായ വ്യവസ്ഥയുള്ളൊരു സമൂഹത്തിലാണ് നമ്മൾ ജീവിക്കുന്നതെങ്കിൽ നമ്മളിത് അവിടെ എത്തിച്ചു കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ പേരിൽ തുടർ നടപടികൾ സ്വീകരിക്കാനും ശിക്ഷാ നടപടികൾ സ്വീകരിക്കാനും ആ ഭരണകൂടം ബാധ്യസ്ഥരാണ്. അവിടെയുള്ള ആരാണോ അമീർ, ആ ഭരണാധികാരി, ഇസ്ലാമിക ആ സമൂഹത്തിൻ്റെ ഭരണാധികാരിയാണ്, അയാൾക്ക് ബാധ്യതയാണ്. അല്ലെങ്കിൽ കോടതിക്ക്, ആ ഖാദിക്ക് പിന്നെ ബാധ്യതയാണ്. പിന്നെ അതിലെന്തെങ്കിലും കുറവ് വരുത്താനോ അല്ലെങ്കിൽ ചെയ്തത് പിൻവലിക്കാനോ കഴിയില്ല. അതുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഇത്തരത്തിലുള്ള ആളുകളുടെ ഇടപെടലുകൾ പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്, നമുക്ക് മറച്ചു വെക്കാൻ കഴിയുന്ന തെറ്റുകൾ പരമാവധി മറച്ചു വെക്കാണ് വേണ്ടത്. അതായത് പൊതുസമൂഹത്തിൽ അറിയാതെ ഒരാളുടെ ഒരു മുസ്ലിമിൻ്റെ തെറ്റുകൾ പൊതുസമൂഹം മൊത്തം അറിഞ്ഞ് അയാളുടെ അഭിമാനം വ്രണപ്പെടുന്നതിനേക്കാൾ മറച്ചു വെക്കാൻ കഴിയുന്നിടത്തോളം നമ്മൾ മറച്ചു വെക്കുക എന്നുള്ളതാണ്. അതുകൊണ്ടാണിപ്പോൾ വ്യഭിചാരത്തിൻ്റെ സാക്ഷികളും അതിൻ്റെ തെളിവുകളും പരിശോധിച്ച് നോക്കിയാൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അതെത്രമാത്രം കണിശത നിറഞ്ഞതാണത്. ഒരു 4 സാക്ഷികൾ, ഒരു വ്യഭിചാരം നടക്കുന്നത് ഒരു 4 സാക്ഷികളൊക്കെ അതിന് പ്രൊഡ്യൂസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അത് ഇന്നത്തെ കാലത്തായാൽ പോലും എത്ര വലിയ ബുദ്ധിമുട്ടുള്ള സംഗതിയാണ്. അഥവാ ഒരു തെറ്റ് അത് പൂർണ്ണമായും തെളിവുകളുടെ അടിസ്ഥാനത്തിൽ സ്ഥിരപ്പെടാനും അയാൾക്ക് ഈ ദുനിയാവിൽ ഒരു കോടതിയുടെ മുമ്പാകെ എത്തി അയാൾ കുറ്റവാളി എന്ന് വിധിക്കപ്പെട്ട് അതിൽ അന്വേഷണം നടത്തി അയാൾ കുറ്റവാളിയാണെന്ന് സ്ഥിരീകരിച്ച് ശിക്ഷിക്കപ്പെടാനും വളരെയധികം കടമ്പകളുണ്ട്. ഒരുപാട് ഈ രംഗത്തൊക്കെ ഒരുപാട് ദുരാരോപണങ്ങളും ഇന്നത്തെ കാലത്തൊക്കെ ആളുകൾ വെറുതെ വ്യക്തി വൈരാഗ്യത്തിൻ്റെ പേരിലൊക്കെ ഇത്തരത്തിലുള്ള ലൈംഗികമായ കാര്യങ്ങളൊക്കെ പരസ്പരം ആരോപിക്കുന്നതും കോടതികളിലെത്തുന്നതൊക്കെ നമുക്ക് വാർത്തകളിൽ വായിച്ചറിയാൻ കഴിയും. അപ്പോൾ ഇസ്ലാം അത്ര കൃത്യമായൊരു ഇത് വെച്ചു എന്നുള്ളതാണ്. കുറ്റവാളിയായി ഒരാൾ, ഒരു പ്രതിയായി അയാൾ കുറ്റം സ്ഥിരീകരിക്കപ്പെടുമെങ്കിൽ അത്രയേറെ കടമ്പകളുണ്ട്. അപ്പോൾ അത്രയേറെ കടമ്പകളിൽ എത്തിപ്പെടുന്നതിന് മുൻപ് നമുക്ക് അയാളെ മറ്റേതെങ്കിലും മാർഗത്തിലൂടെ അയാളെ നന്നാക്കാൻ കഴിയുമെങ്കിൽ, അയാളെ നല്ല മാർഗത്തിലേക്ക് തിരിക്കാൻ, അയാൾക്ക് തൗബ ചെയ്ത് മുടങ്ങുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിക്കാൻ കഴിയുമെങ്കിൽ പരമാവധി നമ്മൾ അതിനാണ് ശ്രമിക്കേണ്ടത്. അതുകൊണ്ടാണ് മാഇസ് റളിയല്ലാഹു അൻഹുവിനെ പോലെയുള്ള ആ സംഭവം നമ്മൾ വിശദീകരിക്കുന്നില്ല. ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അദ്ദേഹം സ്വയം വന്ന തെറ്റ് അംഗീകരിക്കുമ്പോൾ പോലും കൂടെയുള്ള ആളുകളോട് ചോദിക്കണം, മാഇസിന് എന്തെങ്കിലും ബുദ്ധിഭ്രംശം പറ്റിയിട്ടുണ്ടോ, അയാൾക്ക് എന്തെങ്കിലും മാനസിക പ്രയാസമുണ്ടോ? ഇങ്ങനെ പറയുന്നു. കാരണം വ്യഭിചാരത്തിൻ്റെ ശിക്ഷ പിന്നെ കല്ലെറിഞ്ഞ് കൊല്ലലാണ്. അത് വളരെ ഒരു മനുഷ്യൻ കുറ്റവാളിയാണെന്ന് വിധിക്കപ്പെട്ട് അന്നത്തെ സ്വഹാബാന്റെ സമൂഹത്തിന് മുന്നിൽ അയാളുടെ അഭിമാനം നഷ്ടപ്പെട്ട് അയാളെ പിന്നെ കല്ലെറിഞ്ഞ് കൊല്ലുന്ന ശിക്ഷ സ്വീകരിക്കേണ്ട അവസ്ഥയാണ്. അയാൾക്ക് വല്ല ലഹരിയും ബാധിച്ചിട്ടുണ്ടോ? പിന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുന്നുണ്ട്, മായിസ് അല്ല മായിസ്, ചിലപ്പോൾ വ്യഭിചാരമൊന്നും ഉണ്ടായിട്ടുണ്ടാവില്ല, നീ ഒരുപക്ഷെ വ്യഭിചാരത്തിലേക്കൊന്നും കടന്നിട്ടുണ്ടാവില്ല, ചെറിയ മറ്റെന്തെങ്കിലും സ്പർശനമോ മറ്റൊക്കെ ചെയ്തിട്ടുണ്ടാവില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങോട്ട് പറയാം. അപ്പം അങ്ങനെ ഈ പറഞ്ഞ ഒരു മനുഷ്യനിൽ നിന്നുണ്ടാകുന്ന തെറ്റുകളെ സംബന്ധിച്ചുള്ള പൊതു നിലപാടാണത്. അത് പിന്നെ ഒരാൾ ഏറ്റുപറഞ്ഞ് അയാൾ അംഗീകരിച്ച് അയാളുടെ ശിക്ഷ ഏറ്റുവാങ്ങാൻ തയ്യാറായി കഴിഞ്ഞാൽ ആ സ്വയം വരുത്തി വെക്കുന്ന ഒരു അപമാനം തന്നെയാണല്ലോ അത്, തെറ്റ് ഏറ്റുപറയുക എന്നത്. സ്വഹാബിമാരെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഇന്ന് സമൂഹത്തിൽ ഏറ്റുപറയുന്നതിനേക്കാൾ അവരെന്തുമാത്രം മാനസികമായ വിഷമം വന്ന് അനുഭവിച്ചിട്ടുണ്ടാവും ഈ തെറ്റ് ഏറ്റുപറയുമ്പോൾ. കഅബ് റളിയല്ലാഹു അൻഹു, ഹിലാൽ, മുറാറത്ത് ബിൻ റബി, അതുപോലെ തന്നെ പള്ളിയുടെ തൂണുകളിൽ സ്വയം ബന്ധിതരായ അബൂ ലുബാബ, ഇവരൊക്കെ സ്വയം ചെയ്ത തെറ്റ് ഒരു കാരണവുമില്ലാതെ
ഈ പറഞ്ഞ ഒരു ഇസ്ലാമിക സമൂഹത്തിൽ ജീവിക്കുമ്പോൾ മുനാഫിക്കുകൾ മാത്രം ചെയ്യുന്ന പണി അത് ചെയ്തു, നമുക്കൊരു കാരണവുമില്ല എന്ന് ആ തെറ്റ് ബോധ്യപ്പെട്ട് ആ തെറ്റ് മറ്റുള്ളവരുടെ മുമ്പിൽ സമ്മതിച്ച് അത് പരസ്യമായി സ്വഹാബിമാരൊക്കെ അതുവരെ കാണുകയും ബഹുമാനിക്കുകയും. ഇപ്പോൾ നമ്മളൊക്കെ സമൂഹത്തിൽ ജീവിക്കാണല്ലോ, നമ്മൾ പരസ്പരം കാണുമ്പോൾ ബഹുമാനിക്കുന്നു, സലാം പറയുന്നു, ആദരിക്കുന്നു. മറ്റുള്ളവരെ കുറിച്ച് നമുക്ക് എല്ലാവർക്കും നല്ല വിചാരം തന്നെയാണുള്ളത്. അതൊക്കെ നഷ്ടപ്പെടുത്തി സ്വന്തം അഭിമാനം പണയം വെച്ച തെറ്റ് അവർ അംഗീകരിക്കാം. അതിനവർ തയ്യാറായി എന്നുള്ളത് ഒന്നാമത്തെ കാര്യം. അതിനവർ തയ്യാറായി എന്ന് പറയുമ്പോൾ ആ തെറ്റ് ഇഹലോകത്ത് വെച്ച് തന്നെ ആ തെറ്റിനൊരു പരിഹാരം കാണാൻ അവർ തയ്യാറായി എന്നുള്ളത് നമ്മൾ തന്നെ നമ്മുടെ തെറ്റുകളെ കുറിച്ച് സ്വയം ചിന്തിച്ചു വയ്ക്കുക. ഞാൻ എന്നെക്കുറിച്ച് ചിന്തിച്ചു വയ്ക്കുക. ഒരുപക്ഷെ ഈ ദുനിയാവിൽ പറ്റിക്കൊള്ളണമെന്നില്ല. നമ്മൾ ചെയ്ത തെറ്റുകൾ മറ്റുള്ളവരുടെ മുമ്പിൽ അംഗീകരിച്ച് ഇഹലോകത്ത് വെച്ച് തന്നെ അതിൻ്റെ ശിക്ഷ തീരുമാനമാക്കി പോകുക എന്നുള്ളത്. സ്വഹാബിമാരെ സംബന്ധിച്ചിടത്തോളം ആ തെറ്റ് ഇഹലോകത്ത് എന്ത് കൊടുത്തിട്ടാണെങ്കിലും അതിന് പരിഹാരം ഈ ലോകത്ത് കിട്ടിയാൽ മതി. നാളെ പരലോകത്തേക്ക് പടച്ചവൻ്റെ മുമ്പിലേക്ക് അത് മാറ്റി വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഈ വിഷയത്തിലുള്ള തീരുമാനം ഇതിനേക്കാൾ കഠിനമായിരിക്കുമെന്നത് അവർക്ക് ഉറപ്പായിരുന്നു. അതുകൊണ്ട് അവർ ഈ ലോകത്ത് എന്ത് നാണക്കേടും എന്ത് പ്രശ്നവും നേരിട്ടാലും അത് ഈ ലോകത്തല്ലേ ഉള്ളൂ എന്ന് കരുതി അവരത് സമാധാനിക്കുകയാണ് ചെയ്തത്. അതുകൊണ്ടാണ് അബൂ ലുബാബ റളിയല്ലാഹു അൻഹു സ്വയം ഇതിന് പരിഹാരം കണ്ടെത്തുന്നത് വരെ ഞാനും എൻ്റെ കൂടെയുള്ള ആളുകളും മദീന പള്ളിയുടെ തൂണിൽ തന്നെ ആളുകളൊക്കെ നിസ്കരിക്കാൻ വരുന്ന 5 നേരവും വരുന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാണാൻ വരുന്ന മദീനയുടെ ഏറ്റവും പ്രധാനപ്പെട്ട കേന്ദ്രമാണല്ലോ മസ്ജിദുൻ നബവി, മദീന പള്ളി. അവിടെ ചെന്ന് സ്വയം ബന്ധനസ്ഥനായി മാറിയ പല സ്വഹാബിമാരും അവരുടെ തെറ്റുകൾ ഏറ്റുപറഞ്ഞ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതിനുള്ള ശിക്ഷ ഏറ്റുവാങ്ങാൻ തയ്യാറായി. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്ന പ്രധാനപ്പെട്ട പാഠം, നമുക്ക് ഈ ലോകത്ത് വരുന്ന തെറ്റുകൾക്ക് എന്തെങ്കിലും പരിഹാരം ഈ ലോകത്ത് വെച്ച് തന്നെ ചെയ്യാൻ കഴിയുമെങ്കിൽ നമ്മളത് ചെയ്യാനൊരു മടിയും കാണിക്കരുത് എന്നുള്ളതാണ്. അത് ഈ പറയുന്നത് ഞാനാണെങ്കിലും കേൾക്കുന്നത് നിങ്ങളാണെങ്കിലും നമ്മുടെ ഭാഗത്ത് എന്തെങ്കിലും തെറ്റുണ്ടായിപ്പോയി പലപ്പോഴും വ്യക്തിപരമായ ബാധ്യതകളൊക്കെ നമുക്ക് പറയാൻ നല്ല പ്രയാസം തന്നെ ആയിരിക്കും. ഒരാളെക്കുറിച്ച് നമ്മൾ പറഞ്ഞത്, അല്ലെങ്കിൽ അയാളോട് അയാളുടെ അവകാശം നമ്മൾ ഹനിച്ചത്, അയാളുടെ അഭിമാനത്തിനെ കുറിച്ച് ക്ഷതം വരുന്ന രൂപത്തിൽ സംസാരിച്ചത്, അതൊക്കെ മറ്റൊരാളോ നമ്മൾ ആരെക്കുറിച്ചാണോ പറഞ്ഞത് അയാളടുത്ത് പോയി അത് പറഞ്ഞ് അത് പൊരുത്തപ്പെടിക്കുക എന്നുള്ളത് നമ്മളെ സംബന്ധിച്ചിടത്തോളം വലിയൊരു പണി തന്നെയാണ്. പക്ഷേ ഈ സ്വഹാബിമാരുടെ ജീവിതത്തിൽ നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയാൽ മതി. എത്ര വലിയ അള്ളാഹുവിൻ്റെ ദീനിൽ എത്ര വലിയ സ്ഥാനവും മഹത്വവുമുള്ള ബദറിൽ പങ്കെടുത്ത പ്രവാചകന്റെ കൂടെ ചേർന്ന് സ്വന്തം ജീവൻ ത്യജിക്കാൻ തയ്യാറായി, എല്ലാം ഇസ്ലാമിന് വേണ്ടി ത്യജിക്കാൻ തയ്യാറായി. അവർ ചിന്തിച്ചത് വേറെ രൂപത്തിലാണ്, നമ്മൾ ചിന്തിക്കുന്നത് വേറെ രൂപത്തിലാണ്. അതുകൊണ്ടാണ് നമ്മളും അവരും തമ്മിൽ താരതമ്യം ചെയ്താൽ അവരെത്രയൊക്കെ തെറ്റുകൾ ചെയ്താലും അവരുടെ തട്ടെപ്പോഴും താണു തന്നെ ഇരിക്കുകയുള്ളൂ. അവരുടെ മഹത്വം എപ്പോഴും നമ്മളെക്കാൾ എത്രയോ ഉയർച്ചയിൽ തന്നെ ആയിരിക്കുകയുള്ളൂ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അപ്പോൾ അങ്ങനെ ഒരു പാഠം കൂടി ഈ അവസാനം പറഞ്ഞ സംഭവങ്ങളിൽ നിന്നും അതുപോലെ തന്നെ മറ്റു പല സ്വഹാബിമാരുടെയും സംഭവങ്ങളിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ പറഞ്ഞതുപോലെ തെറ്റ് ചെയ്യാത്ത ആദമിൻ്റെ സന്തതികൾ ആരുമില്ലല്ലോ. കുല്ലു ബനി ആദമ ഖത്താഉൻ. ആദം സന്തതിയാണോ എല്ലാ ആദം സന്തതികളും ആദമിൻ്റെ മക്കളും തെറ്റുകൾ ചെയ്യുന്നവരാണ്. ആ തെറ്റ് ചെയ്യുക എന്നത് മനുഷ്യ സഹജമാണെങ്കിലും ആ തെറ്റിന് ശേഷം എന്ത് നിലപാട് സ്വീകരിക്കുന്നു എന്നുള്ളതാണ് മനുഷ്യരെ വ്യത്യസ്തരാക്കുന്നത്, വിജയിയും പരാജിതനുമാക്കുന്നത്. തെറ്റ് ചെയ്തതിന് ശേഷം വഖൈറുൽ ഖത്താഈൻ അത്തവ്വാബൂൻ. തെറ്റ് ചെയ്തതിന് പിന്നെന്താണോ അയാൾ ചെയ്യുന്നത്, പിന്നെയും അതേ നിലപാടിൽ തന്നെ തുടർന്നു പോകാനാണെങ്കിൽ പിന്നെ അയാൾ അവസാന നരകത്തിലേക്ക് തന്നെയാണ് എത്തുക. എന്നാൽ ഏറ്റവും തെറ്റ് ചെയ്യുന്നവരിൽ വെച്ച് ഏറ്റവും ഖൈറായ ആളുകൾ അത്തവ്വാബൂൻ, അതിൽ നിന്ന് മടങ്ങുന്നവരാണ്. താബ എന്ന് പറഞ്ഞാൽ മടങ്ങുക എന്നുള്ള അർത്ഥം. ഖേദിക്കുന്നവരാണ്, അതിൽ നിന്ന് പശ്ചാത്തപിച്ച് മടങ്ങുന്നവരാണ്, അതിനുള്ള പരിഹാരം കണ്ടെത്തുന്നവരാണ് എന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വാചകം. അത് മനുഷ്യർ എന്ന നിലക്ക് പ്രവാചകന്റെ സീറയിൽ നിന്നും പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മറ്റൊരുപാട് അധ്യാപനങ്ങളിൽ നിന്നും ഒക്കെ നമുക്ക് ലഭിക്കുന്ന വലിയൊരു പാഠമാണ്. ഈ ഒരു യുദ്ധത്തോടു കൂടി നമ്മൾ തുടക്കത്തിലെ പറഞ്ഞതുപോലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിലെ പ്രധാനപ്പെട്ട യുദ്ധങ്ങൾ അവസാനിച്ചു. തബൂക്ക് യുദ്ധത്തോടു കൂടി പ്രവാചകന്റെ യുദ്ധങ്ങളെക്കുറിച്ചുള്ള പഠനം നമ്മൾ സീറ പഠനത്തിൻ്റെ തുടക്കത്തിൽ പറഞ്ഞിരുന്നു. ആദ്യകാലത്ത് സീറ എന്ന വാക്കായിരുന്നില്ല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തെക്കുറിച്ച് പറയുമ്പോൾ ഈ ഒരു പഠനശാഖയ്ക്ക് അല്ലെങ്കിൽ നബി ചരിത്രം എന്ന് പറയുന്നത് കൊണ്ട് ഉദ്ദേശിക്കപ്പെട്ടിരുന്നത് സീറ എന്ന വാക്കായിരുന്നില്ല, മഗാസി എന്ന വാക്കായിരുന്നു. ഇൽമുൽ മഗാസി ഗസ്വത്ത് എന്ന് പറഞ്ഞുള്ള യുദ്ധം നമ്മളെല്ലാവരും പഠിച്ചു. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ യുദ്ധങ്ങളെക്കുറിച്ച് മാത്രം പ്രധാനമായി പരാമർശങ്ങൾ നടത്തുകയും ഈ യുദ്ധങ്ങളിൽ നിന്ന് കിട്ടുന്ന പാഠങ്ങളും പൊതുവിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ യുദ്ധത്തിലുള്ള യാത്രകൾ, ആ യാത്രകളിൽ നിന്നുള്ള തിരിച്ചുവരവ്, ആ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള യാത്രകൾക്കിടയിൽ നിന്ന് ഈ യുദ്ധങ്ങൾ നടന്ന സംഭവങ്ങൾ, ഇതൊക്കെയും സ്വഹാബിമാർ ഒരുപാട് വിലവെക്കുകയും അവരുടെ മക്കൾക്കത് പഠിപ്പിച്ചു കൊടുക്കുകയും ചെയ്തിരുന്നതായി നമുക്ക് ചരിത്രത്തിൽ കാണാം.
അതുകൊണ്ടാണ് സീറ പഠനത്തിൻ്റെ പ്രാധാന്യം പറയുമ്പോഴൊക്കെ ഉദ്ധരിക്കപ്പെടുന്ന 2-3 വാചകങ്ങളുണ്ട്. അതെല്ലാം ആ 2-3 വാചകങ്ങളൊക്കെയും സ്വഹാബിമാരുടെ മക്കളുടെ വാചകങ്ങളോ അല്ലെങ്കിൽ മക്കളുടെ മക്കളുടെ വാചകങ്ങളോ ആണ്. അതിലൊന്ന് നമ്മൾ ഈ സീറ പഠനം തുടങ്ങുന്നതിന് ആദ്യത്തെ ക്ലാസ്സുകളിൽ അത് വിശദീകരിച്ചിരുന്നു, ആ വാചകങ്ങൾ പറഞ്ഞിരുന്നു. ഒന്ന്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരക്കുട്ടിയായ ഹസൻ റളിയല്ലാഹുവിൻ്റെ മകൻ അലി റഹ്മത്തുള്ളാഹി അലൈഹി, അലി ഇബ്നു ഹുസൈൻ റളിയല്ലാഹുവിൻ്റെ മകൻ അലി ഇബ്നുൽ ഹുസൈൻ, ചരിത്രത്തിൽ സൈനുൽ ആബിദീൻ എന്നറിയപ്പെട്ട ആളാണ് അദ്ദേഹം. അദ്ദേഹം പറയുന്നത് കാണാൻ കഴിയും, കുന്നാ നുഅല്ലമു മഗാസിയൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കമാ നുഅല്ലമു സൂറത മിനൽ ഖുർആൻ. ഞങ്ങൾ ഖുർആനിലെ ഒരു സൂറത്ത് പഠിപ്പിക്കപ്പെടുന്നത് പോലെ ഞങ്ങളെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മഗാസി നമ്മൾ പഠിപ്പിക്കപ്പെട്ടിരുന്നു. മഗാസി എന്ന് പറഞ്ഞാൽ യുദ്ധങ്ങൾ, പൊതു അർത്ഥത്തിൽ പറഞ്ഞാൽ റസൂലിൻ്റെ സീറ നമ്മൾ പഠിപ്പിക്കപ്പെട്ടിരുന്നു എന്ന് പറഞ്ഞാൽ അവരെ പഠിപ്പിച്ചത് ആരാണ്? അവരുടെ ഉപ്പമാർ ഹുസൈനുള്ളാഹിൻ്റെ മകനാണ്. അപ്പോൾ അവർ അത്രത്തോളം ശ്രദ്ധ ഈ പറഞ്ഞ ചരിത്രം മക്കൾക്ക് പകർന്നു കൊടുക്കുന്നതിൽ, അത് പറഞ്ഞു കൊടുക്കുന്നതിൽ കാണിച്ചിരുന്നു എന്നുള്ളതാണ്. സഅദ് ബിൻ അബി വഖാസ് റളിയല്ലാഹുവിൻ്റെ പേരക്കുട്ടി അദ്ദേഹം സമാനമായി ഉദ്ധരിക്കുന്നത് കാണാൻ കഴിയും. കാന അബി യുഅല്ലിമുനൽ മഗാസി, എൻ്റെ ഉപ്പ ഞങ്ങൾ മക്കൾക്ക് പ്രവാചക ചരിത്രം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രം മഗാസി പഠിപ്പിക്കുമായിരുന്നു എന്ന് അദ്ദേഹത്തെ പോലുള്ള ആളുകൾ, അങ്ങനെ നിരവധി ഉദ്ധരണികൾ നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ അതുകൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് പ്രധാനമായും യുദ്ധങ്ങളാണ്, എന്നാൽ മൊത്തത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സീറയുമാണ്. അപ്പോൾ ഈ യുദ്ധങ്ങളിൽ സീറയിൽ പഠനം നടത്തിയ പണ്ഡിതന്മാർ, പല പണ്ഡിതന്മാരുടെയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതകാലത്ത് നടന്ന യുദ്ധങ്ങളെ, ഗസ്വത്തുകളെ, അതായത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നേരിട്ട് നിയോഗിക്കുകയോ അല്ലെങ്കിൽ പങ്കെടുക്കുകയോ ചെയ്ത ഗസ്വത്തുകളെ 27 ഗസ്വത്തുകളായിട്ടാണ് എണ്ണിയിട്ടുള്ളത്. 20 എണ്ണം. അതിൽ 9 എണ്ണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നേരിട്ട് യുദ്ധം ചെയ്ത ഒന്നാണ്. തബൂക്ക് അതിൽ പെടില്ല, കാരണം അതിൽ യുദ്ധം നടന്നിട്ടില്ല. ബദർ, ഉഹദ്, ഖന്ദഖ്, ബനു ഖുറൈള, ബനുൽ മുസ്തലഖ്, ഖൈബർ, ഫത്ഹു മക്ക, തായിഫ്, ഹുനൈൻ എന്നീ 9 യുദ്ധങ്ങളാണ്, ഗസ്വത്തുകളാണ് റസൂലുള്ളാഹി നേരിട്ട് പങ്കെടുക്കുകയും നയിക്കുകയും യുദ്ധം ചെയ്യുകയും ചെയ്ത യുദ്ധങ്ങൾ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നമ്മൾ ഒരുപാട് ചെറു സൈന്യങ്ങളെക്കുറിച്ച്, സൈനികമായ നടപടികളെക്കുറിച്ചൊക്കെ പറഞ്ഞിരുന്നു. ഏകദേശം ഒരു 80-ലധികം സൈനികമായ നീക്കങ്ങളും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അയച്ച ചെറു സൈന്യങ്ങളും ഒക്കെ വരും എന്നാണ് ഈ രംഗത്ത് പഠനം നടത്തിയ പണ്ഡിതന്മാർ പറയുന്നതായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അപ്പോൾ ഇതോടുകൂടി തബൂക്ക് അവസാനിച്ചു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിലെ പ്രധാനപ്പെട്ട അവസാനത്തെ യുദ്ധമായ തബൂക്ക് യുദ്ധവും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും ഒക്കെ ഇവിടെ ഹിജറ 9-ാമത്തെ വർഷം തന്നെ നടന്നാണ് അത് അവസാനിച്ചു. ഹിജറ 9 നമ്മൾ തുടക്കത്തിൽ പറഞ്ഞതുപോലെ അത് വഫ്ദുകളുടെ വർഷമായിരുന്നു. ഹിജറ 9 കുറിച്ചുള്ള സംഭവ വികാസങ്ങൾ നമ്മൾ പറയാൻ തുടങ്ങിയിട്ട് തന്നെ കുറേ ക്ലാസ്സുകളായി. അപ്പോൾ ഹിജറ 9 സംഭവ ബഹുലമായ ഒരു വർഷമാണ്. ഹിജറ 9 വഫ്ദുകളുടെ വർഷമാണ് നമ്മൾ പറഞ്ഞു. പ്രധാനപ്പെട്ട കുറേ വഫ്ദുകളുടെ നിവേദക സംഘങ്ങളുടെ ചരിത്രവും അതിൽ നിന്ന് കിട്ടുന്ന പാഠങ്ങളും ഒക്കെ നമ്മൾ പറഞ്ഞിരുന്നു. ഇനിയും ഈ തബൂക്ക് യുദ്ധത്തിന് ശേഷവും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അടുത്ത് വന്ന ചില വഫ്ദുകളുണ്ടായി. അതിൽ തന്നെയും പ്രധാനപ്പെട്ട നമുക്ക് ചില പാഠങ്ങൾ ലഭിക്കുന്ന ചില വഫ്ദുകളെ കുറിച്ചുകൂടി പറഞ്ഞിട്ട് നമുക്ക് ഈ ഹിജറ 9 എന്നുള്ളത് അവസാനിപ്പിക്കാം. അതിലൊന്നാണ് സഖീഫ് ഗോത്രത്തിൻ്റെ വഫ്ദു സഖീഫ്. സഖീഫ് ഗോത്രം നമ്മൾ മുമ്പ് കേട്ടതാണ്. തായിഫിൽ ജീവിക്കുന്ന ഗോത്രമാണ് സഖീഫുകൾ. അവരിൽപ്പെട്ട ആളുകളാണ് സഖഫി എന്നറിയപ്പെടുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുമായും അതുപോലെ തന്നെ മക്കയുമായും വളരെയധികം അടുത്ത ബന്ധമുള്ള ആളുകളാണ് തായിഫുകാർ, സഖീഫുകാർ. ലാത്ത് എന്ന് പറയുന്ന വിഗ്രഹത്തെ ആരാധിച്ചിരുന്ന അവരുടെ ദൈവമായിരുന്നു, തായിഫുകാരുടെ ദൈവമാണ്. അവർ കണ്ടിരുന്ന വിഗ്രഹമാണ് ലാത്ത്. അതുമാത്രമല്ല, മക്കയിലെ പ്രമുഖരായ പല ആളുകൾക്കും തായിഫിൽ വേനൽക്കാല വസതികളുണ്ട്. അവരൊക്കെ ചൂടുകാലമാകുമ്പോൾ തായിഫിലേക്ക് പോകും. ഇന്നും തായിഫ് എന്ന് പറഞ്ഞാൽ തണുപ്പുള്ള പ്രദേശമാണ്, മഞ്ഞ് പെയ്യുന്ന പ്രദേശമാണ്. സൗദിയിൽ മക്കയിൽ നിന്ന് 80ഓളം 100-ൽ താഴെ കിലോമീറ്റർ വരുന്ന പ്രദേശം. അപ്പോൾ അവിടത്തുകാർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഇടപെട്ടതും പെരുമാറിയതും എങ്ങനെയാണ് എന്നുള്ളത് നമുക്ക് ഹിജറയ്ക്ക് മുമ്പുള്ള ചരിത്രത്തിൽ നമുക്കറിയാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തൻ്റെ ജീവിതത്തിലെ ഏറ്റവും പ്രയാസകരമായ ഘട്ടങ്ങളിൽ ഒന്നിൽ, അഥവാ സ്വന്തം പിതൃവിൻ അബൂ ത്വാലിബ് മരിച്ചു, ഒരു അഭയകേന്ദ്രവും ആശ്രയവുമായിരുന്നു അദ്ദേഹം, മരണപ്പെട്ടു. അതുപോലെ തന്നെ ഇതുപോലെ സഹായിക്കുകയും ഏറ്റവും കൂടുതൽ പിന്തുണയ്ക്കുകയും ചെയ്ത സ്വന്തം ഭാര്യ ഖദീജ റളിയല്ലാഹു അൻഹ മരണപ്പെട്ടു. അങ്ങനെ സങ്കടത്തിൻ്റെ ദുഃഖത്തിൻ്റെ വർഷം എന്നറിയപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് നുബുവത്ത് ലഭിച്ചിട്ട 10-ാം വർഷം. ആ 10-ാം വർഷം ഈ 2 മരണത്തിന് ശേഷം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ത്വായിഫിലേക്ക് പോയി. അവിടെയുള്ള തന്നെ അറിയുന്ന അതുപോലെ തന്നെ സഖീഫ് ഗോത്രത്തിലെ പ്രധാനികളായ 3 പേരെ കണ്ടു.
ആ 3 ആളുകളും എന്ത് മറുപടിയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതെന്ന് നമ്മൾ മനസ്സിലാക്കിയ ആളുകളാണ്. പിന്നെ ഞാനിവിടെ വന്നതെങ്കിലും ചുരുങ്ങിയത് നിങ്ങൾ എനിക്ക് അഭയം നൽകാനോ എനിക്ക് ഈ ഇസ്ലാം പ്രബോധനം ചെയ്യാനോ ഒന്നും നിങ്ങൾ അനുവദിച്ചില്ല, ശരി, പക്ഷെ ഞാനിവിടെ വന്നതെങ്കിലും ഏറ്റവും ചുരുങ്ങിയത് നിങ്ങൾ മക്കക്കാരെ അറിയിക്കരുത് എന്നത് പറഞ്ഞിട്ട് അതുപോലും അംഗീകരിക്കാതെ തിരിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും സെയ്ദ് റളിയല്ലാഹു അൻഹുവും മക്കയിലേക്ക് തിരിച്ചു പോകാൻ ഒരുങ്ങുമ്പോൾ ഇരുവരെയും കല്ലെറിയാനും പരിഹസിക്കാനും കൂക്കി വിളിക്കാനും ചെറിയ കുട്ടികളെയും അടിമകളെയും വിട്ട് അവരെ പരസ്യമായി അപമാനിതരാക്കുകയും ചെയ്ത ആളുകളാണ് സഖീഫ് ഗോത്രം. ഈ സഖീഫ് ഗോത്രത്തിലുള്ള ആളുകൾ പിന്നെ ഫത്ഹു മക്കയൊക്കെ കഴിഞ്ഞതിന് ശേഷം അവിടെ ഉണ്ടായ യുദ്ധവും ഒക്കെ നമ്മൾ വിശദീകരിച്ചിട്ടുണ്ട്. ഇവരുടെ വഫ്ദാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്തേക്ക് ഹിജ്റ 9 റമദാൻ മാസത്തിൽ വരുന്നത്. അവർ വരുന്നത് പൂർണ്ണമായി മുസ്ലിങ്ങളായിട്ടല്ല. സഖീഫ് ഗോത്രത്തിൽ ഒരുപാട് ആളുകൾക്ക് ഇസ്ലാമിനോട് ആഭിമുഖ്യമുണ്ട്, ഇസ്ലാം സ്വീകരിച്ചാൽ കൊള്ളാമെന്നുണ്ട്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ നേരിട്ട് കാണാൻ പോയാൽ കൊള്ളാമെന്നുണ്ട്. പക്ഷെ അവരിലെ പ്രധാനപ്പെട്ട നേതാക്കന്മാർ, ഒരു ഒന്നാമത്തെ ആൾ ഉർവത്ത് ബിൻ മസ്ഊദ് അസ്സഖഫി. അദ്ദേഹം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഫത്ഹു മക്കയൊക്കെ കഴിഞ്ഞ് ത്വായിഫിലുണ്ടായ യുദ്ധം, ആ സഖീഫുകാരുമായിട്ടുള്ള യുദ്ധം, അത് കഴിഞ്ഞ് റസൂൽ മദീനയിലേക്ക് തിരിച്ചു പോകുമ്പോൾ മദീനയിൽ എത്തുന്നതിന് മുമ്പേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ വന്ന് കണ്ടും ഇസ്ലാം സ്വീകരിച്ച ഒരാളാണ് ഉർവത്ത് ബിൻ മസ്ഊദ് അസ്സഖഫി. സഖീഫ് ഗോത്രത്തിലെ നേതാവും ആദരിക്കപ്പെടുന്ന ആളുമൊക്കെയാണ് അദ്ദേഹം ഒറ്റക്ക് വന്നു. മദീനയിൽ എത്തുന്നതിന് മുമ്പേ റസൂലിൻ്റെ സൈന്യം പോവുകയാണ്, യുദ്ധം കഴിഞ്ഞ് സഖീഫുകാരുള്ള ഇത് കഴിഞ്ഞ് പോവുകയാണ്. അവിടെ എത്തി മദീനയിൽ എത്തുന്നതിന് മുമ്പേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വഴിമധ്യേ കണ്ടു, അദ്ദേഹം ഇസ്ലാം സ്വീകരിച്ചു. എന്നിട്ട് എൻ്റെ സമൂഹത്തിലേക്ക് ഞാൻ പ്രബോധകനായി പോകട്ടെ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അനുവാദം ചോദിച്ചു. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ സഖീഫുകാരെയും അതുപോലെ തന്നെ മൊത്തം ആളുകളുടെയും ഒക്കെ സ്വഭാവം അറിയുന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഇന്നി അഖാഫു അൻ യഖ്തുലൂ ഉർവ, നിന്റെ സമൂഹം, നിന്റെ ഗോത്രം സഖീഫുകാർ നിന്നെ കൊല്ലും എന്ന് ഞാൻ പേടിക്കുന്നു. അപ്പോൾ സഖീഫുകാരുടെ നിലപാടും അവരുടെ കാര്യങ്ങളൊക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അറിയാം, അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. അപ്പോൾ ഉർവത്ത് ബിൻ മസ്ഊദ് പറഞ്ഞു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിൻ്റെ റസൂലേ, എന്നെ അവർ കൊല്ലേ, അന അഹബ്ബു ഇലൈഹിം മിൻ അബ്കാരിഹിം വ അബ്സാരിഹിം, സ്വന്തം ഭാര്യമാരേക്കാൾ അല്ലെങ്കിൽ അവർ സ്വന്തം കണ്ണുകളേക്കാൾ അവർക്ക് ഇഷ്ടപ്പെട്ട, അഥവാ അവരുടെ കണ്ണിലെ കൃഷ്ണമണി പോലെ അവർ കാണുകയും എന്നെ കാണുമ്പോൾ ആദരിക്കുകയും ബഹുമാനിക്കുകയും ഒക്കെ ചെയ്യുന്ന ആളുകളാണ് അവർ, എൻ്റെ അനുയായികളാണ് അവർ. വലവജദൂനി നാഇമൻ മാ ഐഖദൂനി, ഞാനിപ്പോൾ ഒരു സ്ഥലത്ത് കിടന്നുറങ്ങിയാൽ പോലും എന്നെ ശല്യപ്പെടുത്താൻ, എന്നെ വിളിച്ചുണർത്താനോ അല്ലെങ്കിൽ എൻ്റെ ഉറക്കം തടസ്സപ്പെടുത്താൻ പോലും ഒരു സഖീഫുകാരനും ധൈര്യപ്പെടില്ല. അത്രമാത്രം എന്നെ സ്നേഹിക്കുകയും ആദരിക്കുകയും ബഹുമാനിക്കുകയും ഞാൻ പറയുന്നത് കേൾക്കുകയും ഒക്കെ ചെയ്യുന്ന ആളുകളാണ് എൻ്റെ ഗോത്രക്കാരായ സഖീഫുകാർ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എന്നാ പോയിക്കോ. അവരോട് ഇസ്ലാമിനെ കുറിച്ച് പറയാനാണ് അദ്ദേഹം പോകുന്നത്. അപ്പോൾ അദ്ദേഹത്തിനുണ്ടായതും അതുപോലെ തന്നെ ഒരു പ്രബോധകൻ എന്ന നിലയ്ക്ക് ഏത് സമൂഹത്തിലേക്ക്, അത് സ്വന്തം സമൂഹമായിരുന്നാലും സ്വന്തം കുടുംബമായിരുന്നാലും നമ്മളൊക്കെ എത്ര ഇഷ്ടപ്പെടുന്ന ആളുകളായിരുന്നാലും അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ ഗോത്രവും അദ്ദേഹത്തിൻ്റെ മനസ്സിൽ സ്വന്തം ആളുകളെക്കുറിച്ച് അദ്ദേഹത്തിനുണ്ടായിരുന്ന ചിത്രവും ഒക്കെ അദ്ദേഹം പറഞ്ഞത് നമ്മൾ കേട്ടല്ലോ. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അനുവാദം കൊടുത്തു. ഉർവ റളിയല്ലാഹു അൻഹു അദ്ദേഹം ഇസ്ലാമും കൊണ്ടുപോയി ത്വായിഫിലെത്തി. അവിടെ ഒരു ഉയർന്ന പ്രദേശത്ത് നിന്ന് അദ്ദേഹം സഖീഫുകാരെ മുഴുവൻ വിളിച്ച് അവരോട് ഇസ്ലാമിനെ കുറിച്ച് പറയാൻ ആരംഭിച്ചു. അദ്ദേഹം പറയാൻ ആരംഭിച്ചതേ ഓർമ്മയുള്ളൂ. സഖീഫുകാർ ഇത് കേട്ട്, കാരണം കുറച്ചു മുമ്പ് യുദ്ധം കഴിഞ്ഞ് പോയതാണ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പോയിട്ടേ ഉള്ളൂ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സഖീഫ് ഗോത്രം അന്ന് യുദ്ധത്തിൻ്റെ സമയത്ത് നമ്മൾ പറഞ്ഞിട്ടുണ്ട്, കീഴടക്കാൻ കഴിഞ്ഞിട്ടില്ല, അന്ന് യുദ്ധം പൂർണ്ണമായിട്ടില്ല. ഇവരെല്ലാവരും കൂടി അമ്പെയ്ത് ഇദ്ദേഹത്തെ കൊന്നു. അപ്പോൾ ഇത് സൂറത്ത് യാസീനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വന്തം സമൂഹത്തോട് പിന്നെ പ്രബോധനം നടത്തുന്ന ഒരാളെക്കുറിച്ച്, യാസീനിലെ ഒരു മനുഷ്യരുടെ പേരൊന്നും പറഞ്ഞിട്ടില്ല, ഒരു വ്യക്തി എന്ന് പറഞ്ഞുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് കാണാൻ കഴിയും. സ്വന്തം സമൂഹത്തോട് ഒരുപക്ഷെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന, നമ്മളൊക്കെ ഒരിക്കലും നമ്മൾ പറഞ്ഞാൽ അവർ കേൾക്കും, അല്ലെങ്കിൽ നമുക്ക് അത്രയും സ്വാധീനമുണ്ട് എന്ന് കരുതുന്ന പ്രവാചകന്മാരായിരുന്നാലും അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള സ്വഹാബിമാരും ഇസ്ലാമിക ചരിത്രത്തിലെ പല പ്രബോധകന്മാരായിരുന്നാലും അവർക്കൊക്കെ ഇങ്ങനെയുള്ള അനുഭവങ്ങൾ നേരിടേണ്ടി വന്നിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ യഥാർത്ഥ ദീൻ പറയാൻ നിന്നാൽ, യഥാർത്ഥ ആദർശം മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാൻ നിന്നാൽ ഒന്നാമതായി ഇതുണ്ടാവും എന്നുള്ളത് ഇസ്ലാമിക ചരിത്രത്തിലെ ഒരുപാട് സന്ദർഭങ്ങളിൽ മനസ്സിലാക്കാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇദ്ദേഹത്തിൻ്റെ മരണവാർത്ത അറിഞ്ഞപ്പോൾ പ്രവാചകൻ പ്രതിവചിച്ചത് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ മസലു ഉർവ മസലു സാഹിബി യാസീൻ, സൂറത്തു യാസീനിലെ ആ മനുഷ്യൻ, അയാളുടെ ഉദാഹരണം പോലെ തന്നെയാണ് ഉർവയുടെയും ഉദാഹരണം. ദാ ഖൗമഹു ഇലൽ ഇസ്ലാം ഫഖതലൂഹു, ഇസ്ലാമിലേക്ക് അദ്ദേഹം സ്വന്തം ആളുകളെ ക്ഷണിച്ചു, സ്വന്തം ആളുകൾ തന്നെ അദ്ദേഹത്തെ കൊല്ലുകയും ചെയ്തു.
അത് മറ്റു പല പ്രവാചകന്മാരുടെയും ബനു ഇസ്രായേലിൽ തന്നെ സ്വന്തം ആളുകൾ തന്നെ വെട്ടിക്കൊലപ്പെടുത്തുകയും ക്രൂരമായി കൊലപ്പെടുത്തുകയും ചെയ്ത പ്രവാചകന്മാരുടെ ചരിത്രമൊക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പല ഹദീസുകളിലായി സ്വഹാബിമാർക്ക് പറഞ്ഞു കൊടുത്തിട്ടുണ്ടല്ലോ. അപ്പോൾ അത് പ്രബോധന രംഗത്തിറങ്ങുന്ന ഇസ്ലാം മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കാൻ ശ്രമിക്കുന്ന ഏതൊരു മനുഷ്യനും അടിസ്ഥാനപരമായി മനസ്സിലാക്കേണ്ട ഒരു പാഠം കൂടിയാണ്. ഒരിക്കലും ആളുകൾ കൂടുതൽ നമ്മൾ സ്വീകരിക്കുമെന്നും നമ്മൾ യഥാർത്ഥ ആദർശവും തൗഹീദും ഇസ്ലാമും ഈമാനും ഒക്കെ പറയുമ്പോൾ ആളുകളൊക്കെയും ചിരിക്കും, നമ്മളെ കൂടുതൽ സ്വീകരിക്കും എന്നുമുള്ളൊരു ബോധ്യത്തോടു കൂടി പ്രബോധന ജീവിതത്തിലേക്ക് ഇറങ്ങരുത് എന്നുള്ള പാഠം കൂടി നമുക്കിന്ന് മനസ്സിലാക്കാം. അവിടെ പ്രയാസങ്ങളുണ്ടാകും, ഒരുപക്ഷെ സ്വന്തം ജീവിതം അവിടെ അള്ളാഹുവിന് വേണ്ടി ത്യജിക്കേണ്ടി വരും എന്നുള്ള മനസ്സോടും എന്നുള്ള തീരുമാനത്തോടും കൂടി തന്നെ ആയിരിക്കണം ഒരു ദാവത്തിനായി പ്രബോധന ജീവിതത്തിനായി ഇറങ്ങേണ്ടതെന്ന് ഈ ചരിത്രങ്ങളൊക്കെ നമുക്ക് നൽകുന്ന പാഠമാണ്. പക്ഷേ സഖീഫുകാർ ഈ പറഞ്ഞ സ്വന്തം ഏറ്റവും ഇഷ്ടപ്പെട്ട നേതാക്കന്മാരിൽ ഒരാളായ ഉർവയെ കൊന്നു എങ്കിലും അതിനുശേഷം സഖീഫുകാർ പിന്നെയും കുറെ കൂടി ചിന്തിക്കാനും പരസ്പരം ചർച്ച ചെയ്യാനും തയ്യാറായി എന്ന് ചരിത്രത്തിൽ നമുക്ക് കാണാം. ഒരുപാട് കാരണങ്ങളുണ്ട്. ഒന്ന്, അവരുടെ ശക്തിക്കുറവും ദൗർബല്യം അവർക്ക് ബോധ്യപ്പെട്ടു എന്നുള്ളതാണ്. അഥവാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എതിരിട്ട് നിൽക്കാൻ ഈ പറഞ്ഞ മുസ്ലിം സൈന്യത്തോട് മദീനയോട് അവരെ ആക്രമിച്ച് കീഴ്പ്പെടുത്താനോ അല്ലെങ്കിൽ ആയുധബലം കൊണ്ടോ യുദ്ധം കൊണ്ടോ ഒന്നും ഈ പറഞ്ഞ ഇസ്ലാമിനെ തകർക്കാനോ കഴിയില്ല എന്നവർക്ക് ബോധ്യപ്പെട്ടു. മറ്റൊന്ന്, അവരെക്കാൾ ശക്തരായ ഖുറൈശികളായിരുന്നാലും മറ്റു പല ഗോത്രങ്ങളായിരുന്നാലും ഒരുപാട് ആൾബലമുള്ള അറബികളിൽ തന്നെ വലിയ പ്രമുഖരായ പല ഗോത്രങ്ങളും അവർക്ക് ഇസ്ലാമിന് കീഴടങ്ങുന്നതും നമ്മൾ ഈ പറഞ്ഞ വർഷം അതാണല്ലോ. ഒരുപാട് ഗോത്രങ്ങൾ വന്ന് ഇസ്ലാമിലേക്ക് ചേരുന്ന ഒരുപാട് നിവേദക സംഘങ്ങൾ വരുന്ന വർഷമാണല്ലോ. ഇതൊക്കെ അവർ കണ്ടപ്പോൾ അവർ പിന്നെയും ചർച്ച ചെയ്യാനും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ അടുത്തേക്ക് അവരിൽ നിന്നൊരു പ്രതിനിധി സംഘത്തെ നിയോഗിക്കാനും അവർ തീരുമാനിച്ചു. അങ്ങനെ ബൈഅത്ത് ചെയ്യാനും ഇസ്ലാം സ്വീകരിക്കാനും വേണ്ടി അവർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്തേക്ക് പോകാൻ അവരുടെ നേതാക്കന്മാരെ അയക്കാൻ തീരുമാനിച്ചു. അങ്ങനെ അവരിൽപ്പെട്ട 5 ആളുകൾ അവർ തിരഞ്ഞെടുത്ത് മദീനയിലേക്ക് അയച്ചു. അതിലൊരാൾ അബ്ദു യാലീൽ എന്ന മനുഷ്യനായിരുന്നു. അബ്ദു യാലീൽ ചരിത്രത്തിൽ മുമ്പ് വരുന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ ചെന്ന് ത്വായിഫിൽ ചെന്ന് ആദ്യകാലത്ത് അഭയം ചോദിച്ചപ്പോൾ ആ ചോദിച്ച 3 ആളുകളുണ്ടല്ലോ, അതിലൊരാളാണ് അബ്ദു യാലീൽ. അയാളാണ് ഇപ്പോൾ സഖീഫുകാരുടെ പ്രതിനിധിയായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്തേക്ക് കീഴടങ്ങാനായി അല്ലെങ്കിൽ ബൈഅത്ത് ചെയ്യാനായി ഉടമ്പടി ചെയ്യാനായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്തേക്ക് വരുന്നു. മറ്റൊരാൾ ഉസ്മാൻ ഇബ്നു അബിൽ ആസ് എന്ന് പറയുന്ന ഒരു ചെറുപ്രായക്കാരനായിരുന്ന ഒരു മനുഷ്യനായിരുന്നു. അദ്ദേഹം ഇസ്ലാമിൽ അദ്ദേഹവുമായി ബന്ധപ്പെട്ട് അദ്ദേഹം ഉദ്ധരിച്ച ഹദീസുകളും അതുപോലെ തന്നെ അദ്ദേഹവും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും തമ്മിൽ ബന്ധപ്പെട്ടുണ്ടായ പല സംഭവങ്ങളും ഇവിടെ നമുക്ക് ഉദ്ധരിക്കാം. കാരണം അതിൽ നിന്ന് ഒരുപാട് പാഠങ്ങൾ നമുക്ക് ലഭിക്കാനുണ്ട്. അങ്ങനെ ഈ ഒരു 5 ആളുകൾ ഇങ്ങനെ വരുന്ന സമയത്ത് തന്നെ മദീനയിൽ എത്താറായി. അപ്പോൾ മദീനയുടെ പുറത്ത് മുസ്ലിങ്ങളുടെ പൊതുസ്വത്തും സക്കാത്തിന്റെ ഓഹരിയായിട്ടുള്ള ഒട്ടകങ്ങളും അതുപോലെ തന്നെ മൃഗങ്ങളും ഒക്കെ മേഞ്ഞു നടക്കുന്ന ഒരു സ്ഥലമുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കീഴിലുള്ള പ്രവാചകൻ നേരിട്ട് മേൽനോട്ടം വഹിക്കുന്ന അതിന് ആളുകളെയൊക്കെ നിശ്ചയിക്കുന്ന ഒരു സ്ഥലമാണ്. മുസ്ലിങ്ങളുടെ പൊതുസ്വത്തിൽപ്പെട്ട ഒന്നാണ്. അപ്പോൾ അവിടെ അതിൻ്റെ ചുമതല മുഗീറത്ത് ഇബ്നു ശുഅബ റളിയല്ലാഹു അൻഹുവിനാണ്. അദ്ദേഹം ഈ പറഞ്ഞ 5 ആളുകൾ വരുന്നത് കണ്ടു. ഇവർ കണ്ടപ്പോൾ അദ്ദേഹത്തിന് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. കാരണം അത്രയേറെ എതിരിട്ട് നിന്ന ഒരു സഖീഫിന്റെ പ്രധാനപ്പെട്ട ഗോത്രവും പ്രധാനപ്പെട്ട നേതാക്കന്മാരും ഒക്കെയാണ് ഈ വരുന്നത്. അപ്പോൾ അദ്ദേഹം ഉടനെ റസൂലിന്റെ അടുത്തേക്ക് ഓടി. അതിങ്ങനെ ഓടുന്നതിനിടയ്ക്ക് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കണ്ടു. ഇത് റസൂലിനോട് പറയണം. ഈ നമ്മളൊരിക്കലും വരില്ല എന്ന് വിചാരിച്ചിരുന്ന അത്രയേറെ ഇസ്ലാമിനെ ബുദ്ധിമുട്ടിക്കുകയും റസൂലിനെ അത്രയേറെ പീഡിപ്പിക്കുന്നതിൽ മുൻപന്തിയിൽ നിന്ന ആളുകളാണല്ലോ. അവരുടെ ചരിത്രം അതാണല്ലോ, സഖീഫുകാരുടെ ചരിത്രം. ഇന്നും നമ്മൾ പറയുന്ന ഖുർആനിൽ അല്ലാഹു പേരെടുത്ത് പറഞ്ഞ ലാത്തിനെ ആരാധിക്കുന്ന, അതിനെ അവരുടെ ഒരു ഗോത്ര ദൈവമായി കുലദൈവമായി കാണുന്ന ആളുകളാണ് സഖീഫുകാർ. അവരാണ് ഈ വരുന്നത്. അപ്പോൾ അബൂബക്കർ സിദ്ദീഖ് എന്ന് മുഗീറയോട് പറഞ്ഞു, മുഗീറ, ഞാനിത് ആദ്യം പോയി റസൂലിനോട് പറയാം. എനിക്ക് ഈ സന്തോഷ വാർത്ത റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ ആദ്യം അറിയിക്കുന്നത് ഞാനാവണം. അതെനിക്ക് അവസരം തരണമെന്ന് പറഞ്ഞു. അങ്ങനെ അവർ 2 ആളും കൂടി വേഗം പോയി അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഇങ്ങനെ ഇവർ ഇസ്ലാം സ്വീകരിക്കാനായിട്ട് ഇങ്ങനെ വരുന്നുണ്ട്. അത് കേട്ടപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഒരുപാട് സന്തോഷമായി. അപ്പോൾ മുഗീറത്ത് ഇബ്നു ശുഅബ റളിയല്ലാഹു അൻഹു അദ്ദേഹം പ്രവാചകൻ ഇത് അറിയിച്ചതിന് ശേഷം അദ്ദേഹം തിരിച്ചു ചെന്ന് എങ്ങനെയാണ് റസൂലിനോട് ഇടപെടേണ്ടത് എന്ന് ഈ പറഞ്ഞ 5 ആളുകൾക്കും പഠിപ്പിച്ചു കൊടുത്തു. നമ്മൾ നേരത്തെയും പല സംഭവങ്ങളും സൂചിപ്പിച്ചതുപോലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചെല്ലുമ്പോൾ എങ്ങനെ അഭിവാദ്യം ചെയ്യണം, റസൂലിൻ്റെ അടുത്ത് കാണിക്കേണ്ട മര്യാദകൾ എന്തൊക്കെയാണെന്നൊക്കെ ഈ പറഞ്ഞ നേതാക്കന്മാർക്കും ഇവർക്കൊക്കെ പറഞ്ഞു കൊടുക്കുകയും മനസ്സിലാക്കി കൊടുക്കുകയും ഒക്കെ ചെയ്തു. മസ്ജിദുൻ നബവിയിലേക്കാണ് ഇനി പോകുന്നത്. അങ്ങനെ അവരെ മസ്ജിദുൻ നബവിയുടെ ഉള്ളിൽ താമസിക്കാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം
അതിഥികളായ അവരെ അവിടെ താമസിപ്പിക്കാനാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തീരുമാനിച്ചത്. സ്വഹാബിമാരോട് അങ്ങനെ ഒരു കൽപ്പനയാണ് കൊടുത്തത്. മസ്ജിദിനുള്ളിലാണ് അവരുടെ താമസ സ്ഥലം. അത് പല കാലങ്ങളുണ്ടായിരുന്നു. ഒന്ന്, അവർ ഇസ്ലാമിനെ കുറിച്ചും പിന്നെ മുസ്ലിങ്ങളുടെ ഈ അവസ്ഥയൊക്കെ കണ്ടു മനസ്സിലാക്കണം. അവർ ഇസ്ലാമിനോടൊരു താല്പര്യം, അവർ ഇപ്പോൾ ഇസ്ലാം സ്വീകരിക്കാൻ വന്നതെങ്കിലും ഇത്ര നാളും ബദ്ധശത്രുക്കളായിരുന്ന അവർക്ക് ഇസ്ലാമിൻ്റെ നടപടിക്രമങ്ങളൊക്കെ എന്തൊക്കെയാണ്, മുസ്ലിങ്ങളൊക്കെ പരസ്പരം ഇടപെടുന്നത് എങ്ങനെയാണ്, ആരാണ് പ്രവാചകൻ, എങ്ങനെയാണ് പ്രവാചകൻ മുസ്ലിങ്ങളോട് പെരുമാറുന്നത്, എന്താണ് ഇസ്ലാം, ഇസ്ലാം പറയുന്ന നന്മകൾ എന്തൊക്കെയാണ്, ഇതൊക്കെ അവർ കണ്ട് അവരുടെ മനസ്സിൽ ഇസ്ലാമിനോട് ഇഷ്ടം വരണം. അപ്പോൾ അതിനുവേണ്ടി അവർക്ക് വേണ്ടി ഒരു കുബ്ബ, ഒരു ടെൻറ്റ് ആ പള്ളിയുടെ ഒരു ഭാഗത്ത് നിർമ്മിക്കാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അവർ ഖുർആൻ നിസ്കാരത്തിന് അവർ ഖുർആൻ കേൾക്കും, സ്വഹാബിമാരുടെ ഖുർആൻ പാരായണം അവർ കേൾക്കും, ചർച്ചകൾ അവർ കേൾക്കും. ഇതൊക്കെ കേൾക്കാൻ വേണ്ടിയിട്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. അതുമാത്രമല്ല, പ്രവാചകൻ അവരവിടെ താമസിക്കുമ്പോൾ, അതിഥികളെ അവിടെ താമസിക്കുമ്പോൾ ഇസ്ലാമിനെ കുറിച്ച് പറയുകയും ഇസ്ലാമിൻ്റെ സൗന്ദര്യം അവർക്ക് മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടി അവരോട് ഇസ്ലാമിലേക്ക് ക്ഷണിക്കുകയും ദാവത്ത് നടത്തുകയും ഒക്കെ ചെയ്തു. അവർ ഇസ്ലാം സ്വീകരിക്കാൻ, നമ്മൾ നേരത്തെ പറഞ്ഞ ഇസ്ലാം സ്വീകരിക്കാൻ തയ്യാറായിരുന്നു. പക്ഷേ അവർക്ക് ചില നിബന്ധനകളുണ്ടായിരുന്നു. അത് വന്ന വഫ്ദുകളിലൊക്കെ പിന്നെ അവരുടെ കൂട്ടത്തിൽ ഏറ്റവും രസകരമായ ചില നിബന്ധനകളൊക്കെ ഈ പറഞ്ഞ ആളുകൾ വെച്ചിരുന്നു. ഒന്ന്, നിസ്കരിക്കാൻ പറ്റൂല, ചില അങ്ങനത്തെ കുറേ സക്കാത്ത് കൊടുക്കാൻ പറ്റൂല, അങ്ങനത്തെ കുറേ രസകരമായ, ഞങ്ങൾക്ക് അങ്ങനെ സഖീഫുകാരായ ഞങ്ങൾ കുറച്ച് ഉയർന്ന ആളുകളാണ്, അപ്പം ഞങ്ങൾക്ക് അങ്ങനത്തെ സംഗതി ഇസ്ലാമൊക്കെ നമ്മൾ സ്വീകരിക്കും, ബാക്കിയുള്ള ഇങ്ങനത്തെ ചില സംഗതികളൊന്നും പറ്റൂല, അങ്ങനെ ജിഹാദിനൊന്നും നമ്മളെ കൊണ്ട് പറ്റൂല, നമ്മളെ കൊണ്ട് യുദ്ധത്തിന് ഇറങ്ങാനും പറ്റില്ല, അങ്ങനെ എല്ലാം ഈ പറഞ്ഞ നിസ്കാരം ഇതുപോലുള്ള സംഗതികളൊക്കെ ഒഴിവാക്കി അങ്ങനെ നൈസിനെ വേറെന്തോ ഒരു ചുളിവിൽ അങ്ങനെ ഇസ്ലാമിലേക്ക് കടന്നുകൂടാം എന്നൊക്കെ അവർ പറഞ്ഞു നോക്കി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അംഗീകരിച്ചില്ല. അന്ന് പ്രവാചകൻ പറഞ്ഞ ഒരുപാട് കാര്യങ്ങൾ പറയാൻ കഴിയാണ്. ചില നിബന്ധനകളൊക്കെ റസൂലുള്ളാഹി അംഗീകരിച്ചു. ഒന്ന്, അവരുടെ മേൽ അവരല്ലാത്ത പുറത്തു നിന്നുള്ള അമീറാക്കരുത്, അതൊക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അംഗീകരിച്ചു. അതുപോലെ തന്നെ അവരുടെ ഈ ലാത്ത് എന്ന വിഗ്രഹം, അതിനെ അവരോട് തന്നെ അവരുടെ കൈകൾ കൊണ്ട് തന്നെ തകർക്കാൻ ആവശ്യപ്പെടരുത്, അതൊക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അംഗീകരിച്ചു. കാരണം അത്രയും നാൾ അവർ ഭയങ്കര പേടിച്ചും ബഹുമാനിച്ചും ഇരുന്ന ഈ ലാത്തിനെ അവർക്ക് തന്നെ തകർക്കാൻ അപ്പോഴും അവർക്ക് പേടിയാണ്. ഇസ്ലാമിലേക്ക് വരാൻ തയ്യാറാവുന്ന അവസ്ഥയിൽ അവർക്ക് പേടിയായിരുന്നു. എന്തെങ്കിലും പറ്റിപ്പോകുമോ, ഇനി അത് തകർത്തതിന് ശേഷം നമുക്കെന്ത് വേറെ എന്തെങ്കിലും ബാധിക്കുമോ എന്നവർക്ക് പേടി അപ്പോഴും അവർക്കുണ്ടായി. അപ്പോൾ അങ്ങനെയുള്ള ചില നിബന്ധനകൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അംഗീകരിക്കുകയും ബാക്കിയുള്ളതിൽ ഒരു വിട്ടുവീഴ്ച, ഇപ്പോൾ നിസ്കാരം, അതിലൊക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് കാണാൻ കഴിയും. ലാ ഖൈറ ഫീ ദീനിൻ ലാ റുകൂഅ ഫീ, റുക്കൂ ഇല്ലാത്ത, അഥവാ റുക്കൂ എന്ന് ഉദ്ദേശിക്കുന്ന നിസ്കാരമില്ലാത്ത ദീനിൽ പിന്നെ ഒരു ഖൈറും ഇല്ല. ദീന് തന്നെ നിലനിൽക്കില്ലല്ലോ, ഇസ്ലാമിൻ്റെ അടിസ്ഥാന കാര്യങ്ങളിൽപ്പെട്ടതാണല്ലോ നിസ്കാരം എന്നൊക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് പറയുന്നത് കാണാൻ. അവസാനം അവർ ഈ പറഞ്ഞ നിബന്ധനകളൊക്കെ, ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ അംഗീകരിക്കുകയും ഇസ്ലാമിലേക്ക് കടന്നു വരികയും ചെയ്തു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവർ അംഗീകരിച്ച നിബന്ധനകൾക്ക് വേണ്ടി ഇപ്പോൾ ലാത്ത് എന്നതിനെ തകർക്കാൻ വേണ്ടി പ്രത്യേകം ആളുകളെ നിയോഗിക്കുകയും ഒക്കെ ചെയ്തു. പിന്നെ അതൊരു റമദാൻ മാസത്തിലാണ്. ആ റമദാൻ മാസത്തിൽ ബാക്കിയുള്ള ദിവസങ്ങളിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം അവർ നോമ്പെടുത്തു. പ്രവാചകൻ്റെ കൂടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വദു എടുക്കാനും രാവിലെ സുബഹിക്ക് ഒക്കെ എത്തുന്ന ബിലാൽ റളിയല്ലാഹു അൻഹു ആയിരുന്നു പള്ളിയിൽ താമസിക്കുന്ന ഈ പറഞ്ഞ 5 ആളുകൾക്കും സഖീഫുകാരായ ആളുകൾക്കും രാവിലെയുള്ള അത്താഴത്തിനുള്ള ഭക്ഷണം കൊണ്ടുവരുന്നതും അവരെ നോമ്പ് തുറപ്പിക്കാനുള്ള ഭക്ഷണം കൊണ്ടുവരുന്നതും ഒക്കെ അദ്ദേഹമായിരുന്നു, ബിലാൽ റളിയല്ലാഹു അൻഹു ആയിരുന്നു എന്ന് നമുക്ക് ചരിത്രത്തിൽ കാണാൻ കഴിയും. പിന്നെ അവർ തിരിച്ച് എല്ലാം ഇസ്ലാമിനെ കുറിച്ചൊക്കെ പഠിച്ചു. സഖീഫ് തിരിച്ച് ത്വായിഫിലേക്ക് പോകാൻ സമയമായപ്പോൾ അവർക്ക് വേണ്ടി ഇമാമത്ത് നിൽക്കാൻ, അവരുടെ അമീറായി നിശ്ചയിക്കാൻ ഒരാളെ പറഞ്ഞു തരണം, നിശ്ചയിക്കണം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആവശ്യപ്പെട്ടു. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിശ്ചയിച്ചു കൊടുത്തയാളാണ് നമ്മൾ നേരത്തെ പറഞ്ഞ ഉസ്മാൻ ഇബ്നു അബിൽ ആസ്. അവരിൽ ഏറ്റവും കൂടുതൽ പ്രായം കുറഞ്ഞ ആൾ കൂടിയാണ് ഉസ്മാൻ ഇബ്നു അബിൽ ആസ്. ഉസ്മാൻ റളിയല്ലാഹു അൻഹു, അദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഇപ്പോഴല്ല ഇസ്ലാം സ്വീകരിക്കുന്നത്, അദ്ദേഹം ഇതിനു മുമ്പേ ഇസ്ലാം സ്വീകരിച്ചു. അതുകൊണ്ടുകൂടിയാണ് അദ്ദേഹത്തിനെ കുറിച്ച് ചില കാര്യങ്ങൾ പറയാനുണ്ട് എന്നുകൂടി പറഞ്ഞു. അദ്ദേഹം അത് ഒളിപ്പിച്ചു വെച്ചിരിക്കുകയായിരുന്നു. അദ്ദേഹം അതിന് മുൻപേ ഇസ്ലാം സ്വീകരിക്കുകയും രഹസ്യമായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അടുത്ത് വരികയും ഖുർആൻ പഠിക്കുകയും അതുപോലെ തന്നെ ദീനീ കാര്യങ്ങൾ പഠിക്കുകയും ഇസ്ലാമിൽ ഒരു അത്യാവശ്യം അന്ന് നേടിയെടുക്കാൻ കഴിയുന്ന രൂപത്തിലുള്ള ആഴമേറിയ ഒരു അറിവ് നേടിയെടുക്കുകയും ചെയ്ത ആളായിരുന്നു ഇദ്ദേഹം. അതുകൊണ്ട് തന്നെ ഇദ്ദേഹത്തെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വളരെയധികം ഇഷ്ടമായിരുന്നു എന്ന് നമുക്ക് കാണാൻ കഴിയും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അദ്ദേഹത്തിനെ ഇമാമാക്കുമ്പോൾ, ഈ സമൂഹത്തിൻ്റെ ഇമാം എന്ന് പറഞ്ഞാൽ നിസ്കാരത്തിന് നേതൃത്വം കൊടുക്കുന്ന ആൾ എന്നുള്ള അർത്ഥത്തിൽ മാത്രമല്ലല്ലോ, അതൊന്നാമതായി പെടും. ആ സമൂഹത്തിൻ്റെ നേതാവ് എന്നൊരർത്ഥം കൂടി അതിനുണ്ട്. ഇനി ഉസ്മാൻ ഇബ്നു അബിൽ ആസാണ് സഖഫിമാരുടെ അല്ലെങ്കിൽ സഖീഫ് ഗോത്രത്തിൻ്റെ കാര്യങ്ങൾ നോക്കേണ്ടത്, നടത്തേണ്ടത്. അവരുടെ നേതാവ് ഇദ്ദേഹമാണ്.
അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അന്ന് പറഞ്ഞ ഇദ്ദേഹത്തോട് പറഞ്ഞ ഉപദേശങ്ങൾ, ഇമാം അഹ്മദ് അദ്ദേഹത്തിന് മുസ്ലിം ഉദ്ധരിച്ച ഉപദേശങ്ങളിലൊന്ന്, ഏത് കാലത്തുമുള്ള ഒരു ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്ന, ഒരു രാജ്യം ഭരിക്കുന്ന, ഒരു സമൂഹത്തിൻ്റെ നേതാവാകുന്ന ഏതൊരാൾക്കും ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട 1-2 പോയിന്റുകൾ അതിൽ ഉള്ളതായി നമുക്ക് കാണാൻ കഴിയും. അതിലൊന്ന്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തെ ഇമാമാക്കാൻ പറഞ്ഞപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തോട് പറഞ്ഞു, അൻത ഇമാമു, അവരുടെ ഇമാം നേതാവ് നീയാണ്. വഖ്തദി ബി അദ്ആഫിഹിം, അത് വല്ലാത്തൊരു വാചകമാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അന്ന് പറഞ്ഞ ആ വാചകം. വഖ്തദി ബി അദ്ആഫിഹിം, അവരിലെ ഏറ്റവും ദുർബലനെയാണ് നീ മാനദണ്ഡമായി പരിഗണിക്കേണ്ടത്. അത് എല്ലാത്തിലും, നിസ്കാരത്തിലും. സംസ്കാരത്തിൻ്റെ ഒക്കെ ഹദീസുകൾ നമുക്ക് വിശദീകരിക്കാം. അതായത് ഒരു സമൂഹത്തിൽ, അത് ഇന്ന് ഈ ഇന്ത്യയെക്കുറിച്ചും ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തെക്കുറിച്ചും ജനാധിപത്യത്തെക്കുറിച്ചും ഒക്കെ പറയുമ്പോൾ ഗാന്ധിജിയുടെ വാചകങ്ങളെ ഉദ്ധരിക്കപ്പെടുന്ന ചില വാചകങ്ങൾ, ഒരു ഇന്ത്യയിലെ ഏറ്റവും ദരിദ്രനായ, ഏറ്റവും അങ്ങേയറ്റത്തെ ആൾക്ക് പോലും ഈ രാജ്യത്ത് പൂർണ്ണമായ നീതിയും ഇത് കിട്ടുമ്പോഴാണ് ഇന്ത്യയായി മാറുന്നത് എന്ന വാചകങ്ങൾ ഗാന്ധിജിയുടെ ഉദ്ധരിക്കാറുണ്ട്. അതിനൊക്കെ എത്രയോ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉസ്മാൻ ഇബ്നു അബിൽ ആസിനെ ഒരു സമൂഹത്തിൻ്റെ ഇമാമായി നിശ്ചയിക്കുമ്പോഴാണ് വഖ്തദി ബി അദ്ആഫിഹിം. ഇത് ഇസ്ലാമിൻ്റെ നിലപാടാണ്. ഒരു കാര്യം നമ്മൾ ഈ ഹദീസിൻ്റെ പാഠങ്ങളായി പണ്ഡിതന്മാർ വളരെ വിശദീകരിച്ച് പറഞ്ഞ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഒരു കാര്യം നമ്മൾ ചെയ്യുമ്പോൾ, നമ്മളൊരു സമൂഹത്തിൻ്റെ നേതാവാണെങ്കിൽ, അല്ലെങ്കിൽ എന്തുമാകാം, ഒരു ക്ലാസ് നമ്മൾ എടുക്കുകയാണെങ്കിൽ അതിലെ ഏറ്റവും താഴ്ന്ന ഗ്രാഹ്യശേഷിയുള്ള ആളുകൾക്ക് പോലും ഇത് മനസ്സിലാക്കാൻ കഴിയണം. ഒരു സമൂഹത്തിൻ്റെ നേതാവാണെങ്കിൽ ആ സമൂഹത്തിലെ ദുർബലതയുള്ള ആളുകൾക്ക് പോലും അത് ചെയ്യാൻ കഴിയണം. അങ്ങനെയുള്ള കാര്യങ്ങളാണ് അവരോട് പറയേണ്ടത്. അവരെ പരിഗണിക്കണം, അവരെ ഒരു മാനദണ്ഡമാക്കി സ്വീകരിക്കണം. അതുപോലെ തന്നെ വത്തഖിദ് മുഅദ്ദിനൻ ലാ യഖുദു അലാ അദാനിഹി അജ്റൻ, ഒരു ശമ്പളത്തിന് വേണ്ടി ജോലി ചെയ്യുന്ന അല്ലാത്ത, അങ്ങനെ ശമ്പളം പ്രതീക്ഷിക്കാത്ത ഒരു മുഅദ്ദിനെ, ഒരു ബാങ്ക് വിളിക്കുന്നവനെ നീ നിന്റെ മുഅദ്ദിനായി നീ നിന്റെ നാട്ടുകാരിൽ നിന്ന് തിരഞ്ഞെടുക്കുകയും കൂടി വേണം എന്നും റസൂലുള്ളാഹി പറഞ്ഞത് കാണാൻ കഴിയും. അഥവാ ദീൻ, ഈ അദാൻ, അതുപോലെ തന്നെ ഇമാമത്ത്, ഈ കാര്യങ്ങളൊക്കെ ശമ്പളത്തിന് വേണ്ടി ദുനിയാവ് ലക്ഷ്യം വെച്ചുകൊണ്ട് ചെയ്യുന്ന ആളുകളാകരുത് എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. അതല്ലാതെ ഇന്നത്തെ കാലത്ത് നമ്മളൊരാളെ അയാളുടെ സമയവും ഊർജ്ജവും ഒക്കെ ചെലവഴിച്ച് ഒരു ബാങ്ക് വിളിക്ക് വേണ്ടി ഒരു പള്ളിയിൽ നിശ്ചയിക്കുന്നതിനോ ഇമാമായി നിശ്ചയിക്കുന്നതിനോ എതിരല്ല ഈ ഹദീസ്. നേരെ മറിച്ച് അതിനുവേണ്ടി അത് ലക്ഷ്യമാക്കി വരുന്ന ആളുകളെ, അങ്ങനെയുള്ള ആളുകളെ മുഅദ്ദിനോ അല്ലെങ്കിൽ ഇമാമോ ഒന്നും ആക്കരുത് എന്നുകൂടി ഈ ഹദീസിൽ നിന്ന് മനസ്സിലാക്കും. ഉസ്മാൻ ഇബ്നു അബിൽ ആസ് റളിയല്ലാഹു അൻഹു ഇതുപോലത്തെ ഇതുമായി, ഈ പറഞ്ഞ സംഭവവുമായി ബന്ധപ്പെട്ട് വന്ന അതേ സംഭവങ്ങൾ, നമുക്ക് പരിചയമുള്ള ചില സംഭവങ്ങൾ കാണാൻ കഴിയും. ഇപ്പം നിസ്കാരവുമായി ബന്ധപ്പെട്ടു അദ്ദേഹത്തോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഉമ്മ ഖൗമക്, ഉസ്മാൻ നീ നിന്റെ സമൂഹത്തിന് ഇമാമായി നിൽക്കണം. അപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലൊരു പേടി, ഒരു സമൂഹത്തിൻ്റെ ഇമാമാണ്, നേതാവായി നിൽക്കാൻ പോവാണ്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എനിക്കെന്തൊക്കെയോ എൻ്റെ ഹൃദയത്തിൽ തോന്നുന്നു, എന്നെക്കൊണ്ട് ഇത് പറ്റുമോ, അല്ല എൻ്റെ ഉള്ളിൽ എന്തൊക്കെയോ മനപ്രയാസമുള്ളതുപോലെ തോന്നും. അപ്പോൾ റസൂൽ പറഞ്ഞു, അടുത്തേക്ക് ഇരിക്കുക എന്ന് പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ നെഞ്ചിൽ കൈവച്ചു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അത് എൻ്റെ നെഞ്ചിൽ കൈവച്ചതോടുകൂടി എൻ്റെ മനപ്രയാസവും മറ്റു കാര്യങ്ങളും ഹൃദയത്തിലുണ്ടായിരുന്ന ആ ഒരു ഇടുക്കവും ഒക്കെ മാറി എന്ന് അദ്ദേഹം പറയുന്നത് കാണാൻ. അതുപോലെ തന്നെ എൻ്റെ മുതുകിൽ കൈവച്ചു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നിട്ട് പിന്നെയും പറഞ്ഞു, ഉമ്മ ഖൗമക്, നിന്റെ സമൂഹത്തിന് നീയാണ് ഇമാമായി നിൽക്കേണ്ടത്. ഫമൻ അമ്മ ഖൗമൻ ഫൽയുഖഫിഫ്, എല്ലാ ഇമാമുമാർക്കുമുള്ള ഒരു നിർദ്ദേശമാണ്. ആരെങ്കിലും ഇമാമായി ഒരു സമൂഹത്തിന് കൂട്ടം ആളുകൾക്ക് ഇമാമായി നിൽക്കുന്നുവെങ്കിൽ ഫൽയുഖഫിഫ്, അവൻ നിസ്കാരം ചുരുക്കട്ടെ, ഏറ്റവും ലളിതമായ രൂപത്തിൽ നിർവഹിക്കട്ടെ. ഫഇന്ന ഫീഹിമുൽ കബീറ, കാരണം അതിൽ മുതിർന്ന പ്രായമേറെ ചെന്ന ആളുകളുണ്ടാകും. വഇന്ന ഫീഹിമുൽ മരീദ, രോഗികളുണ്ടാകും. വല്ലൈഫ, ദുർബലരായ ആളുകൾ, ഇത്ര നേരം കുറച്ച് ഓത്ത് നീട്ടിക്കഴിഞ്ഞാൽ അത്രമാത്രം നിൽക്കാൻ ശാരീരികമായി പ്രയാസങ്ങളുള്ള ആളുകളുണ്ടാകും. വഇന്ന ഫീഹിം ദൽ ഹാജ, അല്ലെങ്കിൽ ഇപ്പോൾ നിസ്കാരം കഴിഞ്ഞ് എന്തെങ്കിലും വീട്ടിലെ കാര്യത്തിനോ ജോലിയുടെ കാര്യത്തിനോ ഒക്കെ പോകണം എന്ന് കരുതി ഷെഡ്യൂൾ ചെയ്ത ആളുകളുണ്ടാകും. അപ്പോൾ ഇവരെയൊക്കെ പരിഗണിക്കാതെ നിസ്കാരം ഇങ്ങനെ ഇമാമായി എന്ന് കരുതി ഒരുപാട് ദീർഘിപ്പിച്ച് നിസ്കരിക്കരുത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. വൈദാ സല്ല അഹദുക്കും വഹ്ദഹു ഫൽയുസല്ലി കൈഫ ഷാ, ഒറ്റയ്ക്ക് നിസ്കരിക്കുകയാണെങ്കിൽ എത്രയും നിസ്കരിച്ചോട്ടെ. ഒറ്റയ്ക്കാണ് ഒരാൾ നിസ്കരിക്കുന്നതെങ്കിൽ അവൻ ഇഷ്ടമുള്ള എത്ര ഏത് രൂപത്തിലും നിസ്കരിക്കട്ടെ, അവൻ ഉദ്ദേശിക്കുന്നത് പോലെ നിസ്കരിക്കട്ടെ എന്നും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഇമാം മുസ്ലിം റഹ്മത്തുള്ളാഹി അലൈഹി ഉദ്ധരിച്ച ഹദീസാണ്. അപ്പോൾ അത് ഇമാമത്തിൻ്റെ വിഷയത്തിൽ നമുക്ക് ഒന്നാമതായി ഈ ഹദീസ് വലിയ പാഠമാണ്. അതോടൊപ്പം നേരത്തെ പറഞ്ഞ ഹദീസോട് ചേർത്ത് വെച്ച് വായിക്കുമ്പോൾ, നമ്മളൊരു സമൂഹത്തിൽ ഇടപെടുകയാണെങ്കിൽ, അതിൻ്റെ ഉത്തരവാദിത്വമുള്ള ആളുകളാണെങ്കിൽ, ആ സമൂഹത്തിലെ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്ന ഒരു ക്ലാസ് റൂമിനെ ഉദാഹരണമായി എടുത്തു കഴിഞ്ഞാൽ, ഫ്രണ്ട് ബെഞ്ചിൽ ഇരിക്കുന്ന പെട്ടെന്ന് കാര്യങ്ങൾ ഗ്രാസ്പ് ചെയ്യാനും ഗ്രഹിക്കാനും കഴിയുന്ന കുട്ടികളെ മാത്രം പരിഗണിച്ചുകൊണ്ട് നമ്മളൊരു കാര്യവും ചെയ്യരുത് എന്ന് ചുരുക്കം. അതിൽ ദുർബലരെ പരിഗണിക്കണം. അവർ പല രൂപത്തിലുള്ള ആളുകളുണ്ടാവും, അവർക്ക് പരിഗണിച്ചാണ് ഒരു നിസ്കാരം പോലും നിർവഹിക്കേണ്ടത് എങ്കിൽ
മറ്റുള്ള കാര്യങ്ങൾ പിന്നെ പ്രത്യേകം പറയേണ്ടതില്ലല്ലോ എന്ന് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതുകൊണ്ടാണല്ലോ നിസ്കരിക്കുമ്പോൾ പുറകിൽ നിന്ന് കരയുന്ന കുട്ടിയുടെ ഒച്ച കേട്ട് അതിൻ്റെ ഉമ്മയ്ക്ക് അത് പ്രയാസമുണ്ടാകുമല്ലോ എന്നതുകൊണ്ട് ഞാൻ എൻ്റെ നിസ്കാരം നീട്ടാൻ ഉദ്ദേശിച്ചിരുന്നിട്ട് ഞാൻ ചുരുക്കി എന്ന് പറഞ്ഞത്. അപ്പോൾ ഒരു ഇബാദത്തിൽ ഏറ്റവും വലിയ അഫ്ളലായ നിസ്കാരത്തിൽ പോലും അതുണ്ട് എങ്കിൽ ആ ആളുകളെ പരിഗണിക്കുക, മറ്റുള്ളവരുടെ അവസ്ഥകൾ കൂടി കണ്ടറിഞ്ഞ് ചെയ്യുക എന്നുള്ളത് മനുഷ്യന്മാരുടെ ഏത് മേഖലകളിലും ജീവിതത്തിലും കൂടി നമ്മൾ പാലിക്കണം എന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ ഉപദേശങ്ങളിൽ നിന്ന് നമുക്ക് കിട്ടുന്ന പാഠമാണ്. അതുകൊണ്ട് തന്നെ ഉസ്മാൻ ഇബ്നു അബിൽ ആസ് എന്ന ഈ മനുഷ്യൻ പിന്നീട് സഖീഫ് ഗോത്രത്തിൻ്റെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും നല്ല ഭരണം കാഴ്ചവെക്കുന്ന, ഏറ്റവും നന്നായി അവരെ നയിക്കുന്ന ഒരു നേതാവായി മാറി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്താകുമ്പോൾ അപ്പോഴും ഉസ്മാൻ ഇബ്നു അബിൽ ആസ് ആണ് അവരുടെ നേതാവ്. അന്ന് സഖീഫ് ഗോത്രത്തിൽപ്പെട്ട പല ആളുകളും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായപ്പോൾ പല ആളുകളും ഇങ്ങനെ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകാനും സക്കാത്ത് നിഷേധിക്കാനും ഒക്കെ തുടങ്ങിയ സംഭവങ്ങൾ നമുക്ക് പരിചിതമായിരിക്കും. ആ സമയത്ത് സഖീഫിലെ ചില ആളുകളും, സഖീഫ് ഗോത്രത്തിലെ ആളുകളും, എന്നാൽ പിന്നെ നമുക്കും റസൂലൊക്കെ മരിച്ചല്ലോ, ഇനിയിപ്പോൾ ഇസ്ലാമൊന്നുമില്ല, ഇനിയിപ്പോൾ നമുക്കും ഇസ്ലാമിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി കളയാം എന്ന് ചിന്തിക്കാൻ തുടങ്ങുന്ന ചില ആളുകളുണ്ട് എന്ന് മനസ്സിലാക്കിയപ്പോൾ അന്ന് ഉസ്മാൻ ഇബ്നു അബിൽ ആസ് റളിയല്ലാഹു അൻഹു അവരിൽ നടത്തിയ പ്രസംഗം അത് ചരിത്രത്തിൽ ഉദ്ധരിക്കപ്പെട്ടിട്ടുണ്ട്. അത്രമാത്രം വലിയൊരു നേതാവും ആളുകളെ സ്വാധീനിക്കാൻ ശേഷിയുള്ള, ആ സമൂഹത്തെ തന്നെ ഇസ്ലാമിൽ ഉറപ്പിച്ചു നിർത്താൻ മാത്രം കഴിവും അറിവുമുള്ള ഒരു മനുഷ്യനായി ഉസ്മാൻ ഇബ്നു ആസ് മാറി. അദ്ദേഹം അന്ന് അവരോട് ചെയ്ത ഖുതുബയിൽ പറഞ്ഞ വാചകങ്ങൾ ചരിത്രത്തിൽ ഉദ്ധരിക്കപ്പെട്ടിട്ടുണ്ട്. അദ്ദേഹം അന്ന് സഖീഫുകാരോട് പറഞ്ഞു, കുന്തും ആഖിറൻ നാസി ഇസ്ലാമൻ, ജനങ്ങളൊക്കെയും ഖുറൈശികളെ പോലും ഒക്കെ മുസ്ലിമായി, എല്ലാം കഴിഞ്ഞ അവസാനമാണ് സഖീഫ് ഗോത്രമേ, വലിയ ഗോത്രമാണ്, വലിയ ഉന്നത ആളുകളാണ് എന്നൊക്കെ പറഞ്ഞിട്ട് കാര്യമില്ല. ഇസ്ലാമിലേക്ക് വരുമ്പോൾ ഏറ്റവും ലാസ്റ്റ് വന്ന ആളുകളാണ് നിങ്ങൾ. ആ ഖൈറിൽ ഇസ്ലാമിൽ ഏറ്റവും കൂടുതൽ അവസാനം ഇസ്ലാമിലേക്ക് വന്നത് ഹിജ്റ 9 അവസാനത്തെ സമയങ്ങളിലാണ് അവർ ഇസ്ലാമാകുന്നത്. അപ്പോൾ ആ സമയത്ത് വന്ന ഇസ്ലാം സ്വീകരിച്ച ആളുകളാണ് നിങ്ങൾ. ഫലാ തകൂനു അവ്വലഹും ഇർതിദാദൻ, ഇനിയിപ്പോൾ അതിൽ നിന്ന് ആദ്യമായി പുറത്തു പോകുന്ന ആളുകളും നിങ്ങളായി മാറരുത്. അവസാനമാണ് നിങ്ങൾ വന്നത്, ഇനി ആദ്യം പോകുന്ന ആളുകളും നിങ്ങളായി മാറരുത്. അദ്ദേഹത്തിൻ്റെ ആ പ്രസംഗവും അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളും സഖീഫ് ഗോത്രം പിന്നീടും ഇസ്ലാമികമായി തന്നെ, ഇസ്ലാമിൽ തന്നെ തുടരുന്നതിന് കാരണമായി എന്നും വളരെ നല്ല ഒരു നേതൃപാടവമുള്ള ആളായിരുന്നു അത് പിന്നീടും അദ്ദേഹം എന്ന് നമുക്ക് ചരിത്രത്തിൽ കാണാൻ കഴിയും. ഒരു ദിവസം പിന്നെ ചരിത്രത്തിൽ ഉസ്മാൻ ഇബ്നു അബിൽ ആസ് റളിയല്ലാഹു അൻഹു ഒരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് നിസ്കാരത്തിൽ തനിക്ക് ശൈത്താൻ ചില ചിന്തകൾ കൊണ്ടുവരുന്നു, പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു, ആശയക്കുഴപ്പങ്ങളോ പല ചിന്തകളും നിസ്കാരത്തിൽ എനിക്ക് ഇട്ടു തരുന്നു എന്ന് പറഞ്ഞ സംഭവം നമുക്ക് കാണാൻ കഴിയും. അത് ഉസ്മാൻ ഇബ്നു അബിൽ ആസ് റളിയല്ലാഹു അൻഹു ആണ്. അദ്ദേഹമാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പിന്നീട് അദ്ദേഹം അവരുടെ സമൂഹത്തിൽ ഇമാമൊക്കെ ആയി കഴിഞ്ഞതിന് ശേഷമാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. പിന്നീട് അപ്പോഴും അദ്ദേഹമാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് എന്ന് പറയുന്നത്. നമ്മളൊക്കെ ഹദീസ് കേട്ടിട്ടുണ്ടാവും. ആ സ്വഹാബി ഉസ്മാൻ ഇബ്നു അബിൽ ആസ്. ഇന്ന ശൈത്താന ഖദ് ഹാല ബൈനി വബൈന സ്വലാത്തി വഖിറാഅതി, റസൂലേ, ശൈത്താൻ എൻ്റെ നിസ്കാരത്തിനും എൻ്റെ ഖുർആൻ പാരായണത്തിനും ഇടയിൽ മറ തീർക്കുന്നു, അതായത് അതിൽ നിന്ന് എന്നെ തെറ്റിക്കാൻ ശ്രമിക്കുന്നു, പലതരത്തിലുള്ള ചിന്തകൾ വരുന്നു, എൽബിസുഹാ അലൈ, പല ആശയക്കുഴപ്പങ്ങൾ എൻ്റെ മനസ്സിൽ ഉണ്ടാക്കുന്നു. അപ്പോൾ അദ്ദേഹത്തിന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നൽകിയ ഉപദേശമാണ് നമുക്കൊക്കെ പരിചിതമായ ഉപദേശം. ദാക ശൈത്താനുൻ യുഖാലു ലഹു ഖൻസബ് അല്ലെങ്കിൽ ഖിൻസബ്. അത് ഖിൻസബ് പല രൂപത്തിൽ ആ പേര് ഉദ്ധരിക്കപ്പെടുന്നു. ഖൻസബ് എന്നൊക്കെ ഉദ്ധരിക്കപ്പെടുന്നു. ഈ പേരുള്ള ഇതിനു വേണ്ടി മാത്രം നടക്കുന്ന ഒരു ശൈത്താനാണ്. നിസ്കാരത്തിലുള്ള ആളുകളെ അവരുടെ പലവിധ ചിന്തകൾ നൽകി തെറ്റിക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി മാത്രം പ്രവർത്തിക്കുന്ന പിശാചുക്കളിൽപ്പെട്ട ഒരാളാണ്. ഫൈദാ അഹ്സസ്തഹു ഫതഅവദ് ബില്ലാഹി മിൻ, നിനക്ക് ഖിൻസബ് എന്ന് പറഞ്ഞ് പിശാച് പ്രവർത്തിക്കുന്നു എന്ന് നിനക്ക് മനസ്സിലായി കഴിഞ്ഞാൽ, പലവിധ ചിന്തകളും ഇങ്ങനത്തുള്ള കാര്യങ്ങളൊക്കെ വന്നാൽ, നിസ്കാരത്തിൽ പല ചിന്തകളും വന്നാൽ നീ അള്ളാഹുവിനോട് രക്ഷ തേടുക. തഅവദ് ബില്ലാഹി അഊദു ബില്ലാഹി മിനശ് ശൈത്താനിർ റജീം എന്ന് പറയാം. വത്ഫിൽ അലാ യസാരിക സലാസൻ, 3 തവണ ഇടത്തുഭാഗത്തേക്ക് ചെറിയ രൂപത്തിൽ തുപ്പുക എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഉസ്മാൻ റളിയല്ലാഹു പറയുന്നത് കാണാൻ കഴിയും. ഫഫഅൽതു ദാലിക ഫഅദ്ഹബഹു അല്ലാഹു അന്നി, ഞാനത് എൻ്റെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുകയും അത് പിന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ പിശാചിനെ എന്നിൽ നിന്ന് നീക്കിക്കളഞ്ഞത് എനിക്ക് അനുഭവപ്പെടുകയും ചെയ്തു. ഇമാം മുസ്ലിം റഹ്മത്തുള്ളാഹി അലൈഹി ഉദ്ധരിച്ച ഹദീസാണ്. അപ്പോൾ അദ്ദേഹം ഒരൊറ്റ സ്വഹാബി എന്ന നിലയ്ക്ക് അദ്ദേഹത്തിൽ നമുക്ക് ഒരുപാട് പാഠങ്ങൾ കിട്ടുന്നു എന്നുള്ളതാണ്. അദ്ദേഹം വഴി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിലുണ്ടായ സംശയങ്ങളും ഒക്കെ. അതുപോലെ തന്നെ മറ്റൊരു ഹദീസ് നമുക്കൊക്കെ അറിയുന്ന, അല്ലെങ്കിൽ നമ്മളൊക്കെ മുമ്പ് പഠിച്ചു വെച്ച പല പ്രാർത്ഥനകളും പല കാര്യങ്ങളും, അതൊക്കെ ഒരുപക്ഷെ ഏത് സ്വഹാബിയാണ് നമുക്ക് അറിയാൻ ചിലപ്പോൾ നമ്മൾ മറന്നുപോയിട്ടുണ്ടാവും. അതിൽപ്പെട്ട ഒന്നാണ് രോഗം വരുമ്പോഴുള്ള, നമ്മൾ ആ രോഗം വന്ന അല്ലെങ്കിൽ വേദന വന്ന സ്ഥലത്ത് കൈവച്ച് പ്രാർത്ഥിക്കുക എന്നുള്ള ഹദീസ്.
അത് ഇതേ പ്രശ്നം പറയുന്നത് ഉസ്മാൻ ഇബ്നു അബിൽ ആസ് റളിയല്ലാഹു അൻഹു. പറയുന്നത് ഉസ്മാൻ ഇബ്നു അബിൽ ആസ് റളിയല്ലാഹു അൻഹു. അദ്ദേഹത്തിന്റെ ശരീരത്തിൽ വേദന ഉണ്ടായ ഒരു സ്ഥലം, അതുമായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അടുത്ത് വന്നു. മുസ്ലിമായ അന്ന് മുതൽ, ഇസ്ലാം സ്വീകരിച്ച അന്ന് മുതൽ ആ സ്ഥലത്ത് ഭയങ്കര വേദന എന്നാണ് അദ്ദേഹം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പരാതിപ്പെടുന്നത്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിന് പറഞ്ഞു കൊടുത്താൽ, നമുക്കൊക്കെ നമ്മുടെ ജീവിതത്തിൽ നമ്മളൊക്കെ ആദ്യം ഒരു അസുഖത്തിനോ അല്ലെങ്കിൽ വേദനയ്ക്കോ ഒക്കെ ആദ്യമേ ഭൗതികമായ മരുന്ന് കഴിക്കുന്നതിന് മുൻപ് ഈ പറഞ്ഞ അള്ളാഹു പറയുന്ന ദീനീയായ മരുന്ന് ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ നമ്മൾ ശ്രമിക്കുന്നുണ്ടോ എന്നൊരു ചോദ്യം കൂടി ഈ സംഭവത്തിൽ നമുക്ക് കിട്ടും, ആ പാഠം കൂടി. അദ്ദേഹത്തോടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ളഅ യദക അലല്ലദീ തഅല്ലമ മിൻ ജസദിക്, എവിടെയാണോ ശരീരത്തിൽ വേദനയുള്ളത് അവിടെ നിന്റെ കൈ വെക്കണം. വഖുൽ ബിസ്മില്ലാഹി സലാസൻ, 3 തവണ ബിസ്മില്ലാ എന്ന് നീ ആവർത്തിച്ച് പറയണം. വഖുൽ സബഅ മറാത്തിൻ, പിന്നെ 7 തവണ ഈ പ്രാർത്ഥന പറയണം. ശരീരത്തിൽ വേദനയുള്ള സ്ഥലത്ത് കൈവെക്കുകയും 3 തവണ ബിസ്മില്ല എന്ന് പറയുകയും 7 തവണ ഈ പറയാൻ പോകുന്ന പ്രാർത്ഥന ചൊല്ലുകയും വേണം. ഏതാണ് പ്രാർത്ഥന? അഊദു ബില്ലാഹി വ ഖുദ്റതിഹി മിൻ ശർരി മാ അജിദു വ ഉഹാദിർ. അഊദു ബില്ലാഹി വ ഖുദ്റതിഹി മിൻ ശർരി മാ അജിദു വ ഉഹാദിർ. അഊദു ബില്ലാ, അല്ലാഹുവിനോട് ഞാൻ രക്ഷ ചോദിക്കുന്നു, ശരണം തേടുന്നു, ഇസ്തിആദത്ത് നടത്തുന്നു. അഊദു ബില്ലാ വ ഖുദ്റതിഹി, അല്ലാഹുവിന്റെ ഖുദ്റത്ത് കൊണ്ടും ഞാൻ എന്ത് ചെയ്യുന്നു? അല്ലാഹുവിനോട് ശരണം തേടുന്നു. എന്തിൽ നിന്ന്? മിൻ ശർരി മാ അജിദു വ ഉഹാദിർ, ഞാൻ ഇപ്പോൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന എനിക്കുണ്ടാകുന്ന ഈ വേദന. മാ അജിദു, ഞാൻ ഇപ്പോൾ എനിക്കുള്ള ഈ വേദന. വ ഉഹാദിർ, അതുപോലെ തന്നെ ഞാൻ ജാഗ്രത പാലിക്കുന്ന, വരുമെന്ന് പേടിക്കുന്ന അല്ലെങ്കിൽ ഉണ്ടായിരിക്കുമെന്ന് ഞാൻ കരുതുന്ന അതിൽ നിന്നും, അതിൻ്റെ ഷർറിൽ നിന്നും ഞാൻ അള്ളാഹുവിനോട്, അള്ളാഹുവിൻ്റെ ഖുദ്റത്ത് കൊണ്ടും അള്ളാഹുവിനെ കൊണ്ടും ഞാൻ അള്ളാഹുവിനോട് ശരണം ചോദിക്കുന്നു എന്നർത്ഥം വരുന്ന പ്രാർത്ഥന. അപ്പോൾ ഇതും ഉസ്മാൻ ഇബ്നു അബിൽ ആസ് റളിയല്ലാഹു അൻഹുവിൻ്റെ ജീവിതത്തിൽ നിന്ന് കിട്ടുന്ന ഒന്നാണ്. ഇമാം മുസ്ലിം റഹ്മത്തുള്ളാഹി അലൈഹി ഉദ്ധരിച്ച ഹദീസാണ് ഈ പറഞ്ഞ ഹദീസ്. അപ്പോൾ നമ്മൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതം പഠിക്കുമ്പോൾ ഒരു സ്വഹാബി കടന്നു വരുമ്പോൾ ആ സ്വഹാബിയിൽ നമുക്ക് ഒരുപാട് പാഠങ്ങൾ, നിസ്കാരവുമായി ബന്ധപ്പെട്ടും ഇമാമ് നിൽക്കുന്നതുമായി ബന്ധപ്പെട്ടും, അതുപോലെ തന്നെ ഒരു സമൂഹത്തിൽ ഉത്തരവാദിത്തം ഏറ്റെടുക്കുന്ന സമയത്ത് അതുമായി ബന്ധപ്പെട്ടും, നിസ്കാരത്തിൽ പിശാചിന് ശല്യമുണ്ടായാൽ അതുമായി ബന്ധപ്പെട്ടും, ഒരു അസുഖമോ അല്ലെങ്കിൽ വേദനയോ വന്നാൽ ചെയ്യേണ്ട കാര്യം ഒക്കെ നമുക്ക് ഒരുപാട് പാഠങ്ങളിൽ നിന്ന് കിട്ടി എന്നുള്ളതാണ് ഒരു സ്വഹാബിയുടെ ഇസ്ലാം സ്വീകരണവും അതുമായി ബന്ധപ്പെട്ട സംഭവങ്ങൾ പറയുന്നതിലൂടെ. അപ്പോൾ നമ്മുടെ സീറ ക്ലാസിൻ്റെ ഒരു ലക്ഷ്യം എന്ന് തന്നെ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പ്രത്യേകിച്ച് വരുമ്പോൾ, മൊത്തത്തിൽ ഈ സീറ പഠിക്കുമ്പോഴൊക്കെ വരുന്ന പാഠങ്ങൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനും ഉൾക്കൊള്ളാൻ ശ്രമിക്കുക എന്നതാണ്. നമ്മൾ ഇത്തരം കാര്യങ്ങൾ കഴിവിൻ്റെ പരമാവധി ഓർത്തു വെക്കാനും പ്രാർത്ഥനകളൊക്കെ വരുന്നതെങ്കിൽ, അല്ലെങ്കിൽ മര്യാദകൾ, ഇതുപോലുള്ള കാര്യങ്ങൾ ജീവിതത്തിൽ ഓരോന്ന് പഠിക്കുന്നതിനനുസരിച്ച് പ്രാവർത്തികമാക്കാനും ശ്രമിക്കണം എന്നുള്ളതാണ് ഞാനും നിങ്ങളും ഇങ്ങനെ വെറുതെ വായിക്കുകയും കേൾക്കുകയും ചെയ്യുന്നതിനപ്പുറത്ത് ചെയ്യേണ്ടത്. ഏതായാലും സഖീഫ് ഗോത്രം പിന്നെ ഇസ്ലാമിൽ തന്നെ തുടർന്നു. ഒരുപാട് ആളുകൾ, ചരിത്രത്തിൽ തന്നെ പ്രസിദ്ധരായ ഒരുപാട് ആളുകൾ ഈ സഖീഫ് ഗോത്രത്തിലെ സഖഫിമാരായിട്ടുണ്ട്. സഖീഫ് ഗോത്രക്കാർക്ക് സഖഫി എന്ന് പറയും. ഇപ്പോൾ ചരിത്രത്തിൽ അറിയപ്പെട്ട ഹജ്ജാജ് ഇബ്നു യൂസുഫ്, അയാൾ സഖീഫ് ഗോത്രക്കാരനാണ്. ഇസ്ലാമിക ചരിത്രത്തിൽ ഇറാഖിൻ്റെ ഭരണാധികാരിയും ഒക്കെ ആയിരുന്നു. ഒരുപാട് സേവനങ്ങൾ അർപ്പിച്ചിരുന്നു. എന്നാൽ അതേസമയം തന്നെ ഇസ്ലാമിക ചരിത്രത്തിൽ ഒരുപാട് സ്വഹാബിമാരെയും അതുപോലെ തന്നെ താബിഈങ്ങളെയും ഒക്കെ കൊല്ലുന്നതിനും അതിന് കാരണക്കാരായും ഒക്കെ ചെയ്ത ആളുകളാണ് ഹജ്ജാജ് ഇബ്നു യൂസുഫ്. അയാൾ സഖീഫ് ഗോത്രക്കാരനാണ്. അതുപോലെ തന്നെ ഇന്ത്യക്കാരായ നമ്മളെ സംബന്ധിച്ചിടത്തോളം സഖീഫ് ഗോത്രവുമായി നമുക്കുള്ള മറ്റൊരു ബന്ധം, ഇന്ത്യയിലേക്ക് ഇസ്ലാം വന്നത് പ്രധാനമായും 2 മാർഗങ്ങളിലൂടെയാണല്ലോ. ഒന്ന്, കടൽ മാർഗം നമ്മുടെ മലബാറിൻ്റെ തീരങ്ങൾ വഴി കേരളത്തിലേക്ക്. 2, കരമാർഗം, സിന്ധ്, പാകിസ്ഥാൻ തുടങ്ങിയ മേഖലകളിലൂടെ ഇന്ത്യയുടെ വടക്ക് ഭാഗത്തേക്ക്. അതിൽ ഇന്ത്യയുടെ വടക്ക് ഭാഗത്തേക്ക് ഇസ്ലാം എത്തിച്ച ആദ്യമായിട്ട് വന്ന സിന്ധ് ആക്രമിച്ച സൈന്യം അത് നയിച്ചിരുന്നത് 19 വയസ്സുണ്ടായിരുന്ന മുഹമ്മദ് ബിൻ ഖാസിം അസ്സഖഫിയാണ്. അയാൾ സഖീഫ് ഗോത്രക്കാരാണ്. ഹജ്ജാജ് ഇബ്നു യൂസുഫിൻ്റെയും ഒക്കെ അന്നത്തെ ഭരണാധികാരിയൊക്കെ ബന്ധു കൂടിയാണ് അദ്ദേഹം. അപ്പോൾ അങ്ങനെയൊരു ഇസ്ലാമിലേക്ക്, ഇന്ത്യയിലേക്ക് ഇസ്ലാം കടന്നു വന്ന വഴികളിൽ ഒന്ന്, അതിൻ്റെ നേതൃത്വം ഏറ്റെടുത്തിരുന്നത് ഒരു സഖീഫ് ഗോത്രക്കാരനായ മുഹമ്മദ് ബിൻ ഖാസിം എന്ന സഖഫിയാണ് എന്നൊരു ബന്ധം കൂടി ഇന്ത്യക്കാർക്ക് വേണമെങ്കിൽ സഖീഫ് ഗോത്രവുമായി ഉണ്ടെന്ന് പറയാം. ഈ വന്ന ആളുകൾ റമദാനും ഇതൊക്കെ കഴിഞ്ഞു ഏകദേശം ഒരു 2 ആഴ്ചയിൽ കൂടുതൽ, ഒരു അരമാസത്തോളം അവരവിടെ താമസിച്ച് തിരിച്ച് ത്വായിഫിലേക്ക് പോയി. ത്വായിഫിലേക്ക് അവർ പോയി. ഈ പറഞ്ഞ 5 ആളുകളും ത്വായിഫുകാർ അവരിങ്ങനെ ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ്. എന്താണ് ഇപ്പോൾ അവർ ഇവിടെ ചെന്ന് മദീനയിൽ ചെന്ന് അവർ എന്തുമായിട്ടാണ് അവർ തിരിച്ചു വരുന്നത്? ഇനി പോയ ആളുകൾ ഇസ്ലാം സ്വീകരിച്ചോ ഇല്ലെന്ന് അവർക്കറിയില്ല. അതുമാത്രമല്ല, ഇനി വേറെന്തെങ്കിലും ഉടമ്പടിയോ വലിയ സഖ്യമോ അല്ലെങ്കിൽ എന്തെങ്കിലും കീഴടങ്ങലോ
എന്തെങ്കിലും തരത്തിലുള്ള സമാധാന സന്ധി, ഇനി അതാണോ എന്നും അറിയില്ല. അപ്പോൾ ഇവർ വന്നപ്പോൾ ഈ ത്വായിഫുകാരായ ആളുകൾ, സഖീഫുകാരായ ആളുകൾ ചോദിച്ചു എന്താണ് അവിടെ നടന്നത്. അപ്പോൾ ഈ പറഞ്ഞ 5 ആളുകളും അവർ ഇസ്ലാം സ്വീകരിച്ചു എന്നുള്ള കാര്യം വെളിപ്പെടുത്തിയില്ല. സഖീഫുകാരുടെ ഒരു പ്രത്യേക സ്വഭാവവും അല്ലെങ്കിൽ അവരുടെ ഒരു ജാഹിലിയ കാലത്ത് തന്നെ അവർക്ക് ഉണ്ടായിരുന്നൊരു എതിർ മനോഭാവവും ഒക്കെ ഉള്ളതുകൊണ്ടായിരിക്കാം ഒരുപക്ഷെ ചരിത്രത്തിൽ ഇങ്ങനെ പല ഘട്ടത്തിലും ഇങ്ങനെയുള്ള ചില സംഗതികൾ വരുന്നത്. സഖീഫുകാർ അത്രത്തോളം ഒരു പക്ഷേ ഭയങ്കര എതിർപ്പ് പ്രകടിപ്പിക്കുന്ന ഒരു ജാഹിലിയ കാലത്തിൽ ചില ദുർവാശികളുള്ള ആയിരുന്നിരിക്കാം എന്നാണ് ഇതിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാവുന്നത്. എന്നാൽ ഇവരാദ്യം ഇവരോട് പറഞ്ഞില്ല നമ്മൾ ഇസ്ലാം സ്വീകരിച്ചൊന്നും പറഞ്ഞില്ല. ഇവർ പറഞ്ഞു കാര്യങ്ങളാകെ പ്രശ്നത്തിലാണ്. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹം നമ്മളോട് ഇങ്ങനെ ചില നിബന്ധനകളൊക്കെ ആവശ്യപ്പെട്ടിട്ടുണ്ട്, നമ്മളൊക്കെ ഇസ്ലാം സ്വീകരിക്കണം എന്നിങ്ങനെ കർശനമായി പറഞ്ഞിരിക്കുകയാണ്. നമ്മളല്ലെങ്കിൽ ഇത്ര പിന്നെ സമയത്തിനുള്ളിൽ നമ്മൾ യുദ്ധത്തിനും മറ്റു കാര്യങ്ങൾക്കൊന്നും അങ്ങോട്ടൊന്നും ചെല്ലാൻ പാടില്ല, നമ്മൾ മുസ്ലിങ്ങൾക്ക് കീഴൊതുങ്ങി ജീവിക്കണം, ഇങ്ങനെയൊക്കെയാണ് മുഹമ്മദ് പറഞ്ഞിട്ടുള്ളത്. അതുപോലെ തന്നെ ഇല്ലെങ്കിൽ ഒരു അക്രമ മാർഗത്തിലൂടെ നമ്മൾ കീഴ്പ്പെടുത്തും, ശക്തി പ്രയോഗിച്ച് നമ്മളെ അടിച്ചൊതുക്കും എന്നൊക്കെയാണ് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളത്. അതുപോലെ തന്നെ നമ്മുടെ ലാത്തിനെ തകർക്കും, ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ, പലിശ ഒന്നും ഇവിടെ കാണാൻ തന്നെ പാടില്ല, ഇങ്ങനെ കുറേ കാര്യങ്ങൾ, മദ്യം, വ്യഭിചാരം, ഇതൊന്നും ഇനി സമൂഹത്തിൽ പാടില്ല, ഇങ്ങനെ കുറേ കർശനമായ കൽപ്പനകളാണ് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നിട്ടുള്ളത് എന്നാണ് ഇവർ സഖീഫുകാരോട് പറഞ്ഞത്. അപ്പോൾ ഇത് കേട്ടപ്പോൾ സഖീഫുകാർക്ക് സഹിച്ചില്ല, അത്രമാത്രം പറയാൻ, ഇങ്ങനെ നമ്മളോട് കൽപ്പിക്കാൻ, നമ്മളോട് ഇങ്ങനെ ചില ഉത്തരവുകളൊക്കെ പുറപ്പെടുവിക്കാൻ ഇത് ആരാണ്, മുസ്ലിങ്ങൾ ആരാണ്, ഇനി ഇതൊന്നും നമുക്ക് സ്വീകരിക്കാൻ പറ്റൂല, വല്ലാഹി ലാ നഖ്ബലു ഹദാ അബദൻ, ഇതൊന്നും അള്ളാഹുവാണ് നമുക്ക് സ്വീകരിക്കാൻ പറ്റൂല. എന്നിട്ട് അവർ ഒരു യുദ്ധത്തിന് സഖീഫുകാരനെ ഇങ്ങനെ നമ്മളോട് ഇങ്ങോട്ട് ആജ്ഞാപിക്കാനും നമ്മളങ്ങനെ അനുസരിക്കാനും ഒക്കെ പറയാൻ ഇവരാരാണ് എന്നൊരർത്ഥത്തിൽ ഇവർ ആയുധങ്ങളൊക്കെ തയ്യാറാക്കി ഒരു യുദ്ധത്തിനിറങ്ങിയാലോ എന്നിങ്ങനെ ആലോചിച്ചു. അത് പലരും പറഞ്ഞു ആയുധങ്ങളൊക്കെ റെഡിയാക്കിയിരുന്നു, ഒരു 2-3 ദിവസത്തിനുള്ളിൽ അടുത്ത യുദ്ധം നടത്തിയാലേ പറ്റുള്ളൂ, അങ്ങനത്തെ ഒരു ഇതിലേക്ക് എത്തി. പക്ഷേ വളരെ പെട്ടെന്ന് തന്നെ സഖീഫുകാർക്ക് അവരെവിടെയാണ് നിൽക്കുന്നത് എന്നുള്ള കൃത്യമായി മനസ്സിലായി. നമ്മുടെ അവസ്ഥ എന്താണ്, യുദ്ധത്തിന് ഇറങ്ങിയാൽ തന്നെയും ഭൗതികമായി നോക്കിയാൽ നമ്മുടെ അവസ്ഥ എന്താണ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുസ്ലിങ്ങളോട് എതിരിടാൻ കഴിയുമോ എന്നൊക്കെ ചിന്തിച്ച് ഇങ്ങനെ ആലോചിച്ച് 2-3 ദിവസം കഴിഞ്ഞപ്പോൾ അവർക്ക് മനസ്സിലായി അങ്ങനെ യുദ്ധം കൊണ്ടല്ലെങ്കിൽ ആയുധം ഉപയോഗിച്ചൊന്നും കീഴ്പ്പെടുത്താനൊന്നും ഏതായാലും കഴിയില്ല. അങ്ങനെ അവർ ഈ അവസാനം ഈ പറഞ്ഞ 5 ആളുകളോട്, ഈ നിവേദക സംഘമായി അയച്ച ആളുകളോട് തന്നെ പറഞ്ഞു, നമുക്കേതായാലും ഇങ്ങനെ ഒരു യുദ്ധത്തിലൂടെയോ അല്ലെങ്കിൽ ശക്തി പ്രയോഗിച്ചോ ഒന്നും ഇസ്ലാമിനെ എതിർക്കാനും എതിരിടാനൊന്നും കഴിയില്ല. അപ്പോൾ ഇനിയിപ്പോൾ ഒരു ബാക്കിയുള്ളത് ഒരു സമാധാന സന്ധി നമുക്ക് പറയാം, ഈ പറഞ്ഞതൊക്കെ നമുക്ക് അംഗീകരിക്കാം, ഇസ്ലാം സ്വീകരിക്കുന്ന ആളുകൾക്ക് ഇസ്ലാം സ്വീകരിച്ചോട്ടെ, പിന്നെ ഈ പറഞ്ഞത് അല്ലാതെ മറ്റേ ഈ മദ്യപാനവും അതുപോലെ തന്നെ വ്യഭിചാരവും ഒക്കെ സമൂഹത്തിൽ വേണ്ട, അതൊക്കെ നമുക്ക് അംഗീകരിച്ച് ആ ഒരു മേൽക്കോയ്മ അംഗീകരിച്ച് ഇവിടെ തന്നെ ജീവിക്കാം എന്നവർ തീരുമാനമെടുത്തെന്ന് പറഞ്ഞു. സത്യം പറഞ്ഞാൽ ഇത് ഈ 5 ആളുകളുടെയും ഒരു തന്ത്രമായി, അവരുടെ തന്നെ ഗോത്രത്തിലെ നേതാക്കന്മാരായ ഈ 5 ആളുകളും അവരുടെ സമൂഹത്തെക്കുറിച്ച് ഏറ്റവും നന്നായി അറിയുന്ന ആളുകളാണല്ലോ. അവർ ഈ സമൂഹത്തിലുള്ള ഒരു പിന്നെ ഒരു പിശാചിൻ്റെ ഒരു ദുർവാശി എന്ന് പറയുന്ന പോലെ അവരുടെ ജാഹിലിയ കാലത്ത് അവരിലുണ്ടായിരുന്ന ചില ധാർഷ്ട്യങ്ങളുണ്ടായി, അത് മാറാൻ വേണ്ടിയാണ് അവരാദ്യമേ ഇത് പറയാത്തതും. അപ്പോൾ ഇവരിങ്ങനെ ഒരു പദം ഇങ്ങോട്ട് ആവശ്യപ്പെട്ടപ്പോൾ അവർ പറഞ്ഞു, സത്യത്തിൽ യഥാർത്ഥത്തിൽ സംഭവിച്ചത് അങ്ങനെയൊന്നും അല്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ കാര്യങ്ങളാണ് പറഞ്ഞത്. ഖദ് ഖാദൈനാഹു വഅസ്ലംന, ഞങ്ങൾ അങ്ങോട്ട് പോയി ഞങ്ങൾ ഇസ്ലാം സ്വീകരിക്കുകയാണ് ഉണ്ടായത്. വവജദ്നാഹു അത്ഖന്നാസി വഔഫാഹും, ജനങ്ങളിൽ ഏറ്റവും നല്ല മനുഷ്യനായിട്ടാണ് അള്ളാഹുവിൻ്റെ റസൂലിനെ, പ്രവാചകനെ ഞങ്ങൾ കണ്ടത്. വഔഫാഹും, ഒരു വാഗ്ദാനം നൽകിയാൽ അത് പാലിക്കുന്ന ആളായിട്ടാണ് മുഹമ്മദിനെ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മൾ കണ്ടത്. വറഹമഹും വഅസ്ദഖഹും, ഏറ്റവും സത്യസന്ധത പാലിക്കുന്ന, ഏറ്റവും നല്ല കരുണയോടുകൂടി ഇടപെടുന്ന ആളാണ്. അപ്പോൾ ആളുകൾ പറഞ്ഞു, എന്നാൽ പിന്നെ നിങ്ങൾക്ക് ഇത് ആദ്യമേ പറഞ്ഞുകൂടായിരുന്നോ? അപ്പോൾ നേതാക്കന്മാർ തിരിച്ചു പറയുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ, നിങ്ങളുടെ ആ ഒരു പിടിവാശിയും ദുർവാശിയും ഒക്കെ മാറട്ടെ, നിങ്ങൾ എവിടെയാണ് നിൽക്കുന്നത് എന്നൊരു ബോധ്യമെങ്കിലും, നിങ്ങളുടെ പൊസിഷൻ എവിടെയാണ് നിങ്ങളുടെ ബോധ്യമെങ്കിലും ഉണ്ടാവട്ടെ എന്ന് കരുതി തന്നെയാണ് മനഃപൂർവ്വം ഞങ്ങളത് പറയാതിരുന്നത്. ആ ഒരു പിശാചിൻ്റെ കുറേ ജാഹിലിയ കാലത്തുള്ള കുറേ കാര്യങ്ങൾ, ദുർവാശികൾ, അതൊക്കെ മാറട്ടെ എന്ന് കരുതി തന്നെയാണ് അത് പറയാതിരുന്നത് എന്ന് അവർ പറയുകയും ചെയ്തു. പിന്നെ സഖീഫ് ഗോത്രം ഇസ്ലാം സ്വീകരിച്ചു. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ സഖീഫിൽ നിന്ന് പിന്നെ ഇസ്ലാമിക ചരിത്രത്തിൽ ഒരുപാട് പ്രധാനപ്പെട്ട ആളുകളൊക്കെ വരികയും ചെയ്യുകയുണ്ടായി. ജാബിർ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ സഖീഫ് ഗോത്രത്തിൻ്റെ ഹിദായത്തിന് വേണ്ടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിച്ചു
എന്ന് നമുക്ക് കാണാൻ കഴിയും. അല്ലാഹുമ്മ ഹ്ദി സഖീഫൻ, അല്ലാഹുവേ സഖീഫ് ഗോത്രത്തിന് നീ ഹിദായത്ത് നൽകണേ എന്ന് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിച്ചു എന്നും ഇമാം അഹ്മദ് തൻ്റെ മുസ്നദിൽ ഉദ്ധരിക്കുന്ന ഹദീസിൽ നമുക്ക് കാണാൻ കഴിയും. പിന്നെ അവർ ഇസ്ലാം സ്വീകരിച്ച് കുറച്ച് നാളുകൾക്ക് ശേഷമാണ് അവർ തന്നെ പറഞ്ഞതുപോലെ അവരുടെ ഇലാത്ത് എന്ന വിഗ്രഹത്തെയും, അതൊരു കെട്ടിട സമുച്ചയം, ഒരു ക്ഷേത്ര സമുച്ചയമൊക്കെ ആയിരുന്നു ഈ ലാത്തിനെ വെച്ചിരുന്ന സ്ഥലം. മതിലും മറ്റു സംഗതികളും എടുപ്പുകളും ഒക്കെ ഉള്ള സ്ഥലമായി. അത് തകർക്കാനും അതുപോലെ തന്നെ അതിനെ നാമാവശേഷമാക്കാനും വേണ്ടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഖാലിദ് ഇബ്നുൽ വലീദ് റളിയല്ലാഹു അൻഹുവിൻ്റെ നേതൃത്വത്തിൽ ഒരു കൂട്ടം സ്വഹാബിമാരെ നിയോഗിക്കുകയും അവർ ഈ ലാത്ത് എന്ന് പറയുന്നത് തകർക്കുകയും ചെയ്തു. അതായത് ഖുർആനിൽ പേരെടുത്ത് പറഞ്ഞ ലാത്ത്, ഉസ്സ, മനാത്ത് ഇതുപോലുള്ള സംഗതികൾ ഏറ്റവും പ്രധാനപ്പെട്ട അറബികളുടെ ദൈവങ്ങളായിരുന്നല്ലോ, വിഗ്രഹങ്ങളായിരുന്നല്ലോ. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഇവരിത് തകർക്കാൻ വരുന്ന ദിവസം സഖീഫുകാരൊക്കെ അവിടെ ഒരുമിച്ച് കൂടി എന്ന് ചരിത്രത്തിൽ കാണാം. അവരൊക്കെ വന്നു, എന്തെങ്കിലും സംഭവിക്കും മിക്കവാറും ഇത്, കാരണം അവരുടെ ജീവിതത്തിൽ ജാഹിലിയ കാലത്ത് മുഴുവൻ അവർ വലിയ പേടിയും അതുപോലെ തന്നെ പ്രതീക്ഷയും ഒക്കെ വെച്ച് ജീവിക്കുന്ന വിഗ്രഹങ്ങളാണ്. എന്ത് വന്നാലും അവിടെ പോവുകയും നേർച്ച നേരുകയും ഒക്കെ ചെയ്യുന്ന ആളുകളാണ്. നമ്മൾ അബ്രഹത്ത് കാബ തകർക്കാൻ വേണ്ടി വരുമ്പോൾ അബ്രഹത്തിന് മക്കയിലേക്കുള്ള വഴി കാണിച്ച് ഒറ്റിക്കൊടുക്കുന്ന അബൂരിഹാൽ എന്ന് പറയുന്ന മനുഷ്യനെക്കുറിച്ച് സീറയുടെ തുടക്കത്തിൽ നമ്മൾ പറഞ്ഞിരുന്നു. അയാൾ മക്കയിലേക്കുള്ള വഴി കാണിച്ചു കൊടുക്കാനുള്ള കാരണം തന്നെ ഇനി അബ്രഹ എങ്ങാനും വഴിതെറ്റി ത്വായിഫ് വഴി വന്നാൽ നമ്മുടെ ലാത്തിനെ തകർത്തിട്ട് തിരിച്ചു പോവുമോ എന്ന പേടി കൊണ്ടായി. അതുകൊണ്ട് അങ്ങോട്ട് ചെന്ന അയാൾക്ക് ഞാൻ മക്കയിലേക്ക് വഴി കാണിച്ചു തരാം, കാബ തകർത്തിട്ട് പോയിക്കോ എന്ന് പറഞ്ഞ ആളുകളാണ് സഖീഫുകാർ. അപ്പോൾ അവരിതെല്ലാം കാണാൻ വേണ്ടി ഒരുമിച്ച് കൂടി. പക്ഷെ ഒന്നും ഉണ്ടായില്ല. ഖാലിദ് ഇബ്നുൽ വലീദ് റളിയല്ലാഹു അൻഹുവിൻ്റെ നേതൃത്വത്തിൽ അന്ന് അതിനെ ഒരു കല്ല് പോലും അവശേഷിപ്പിക്കാതെ ആ സ്ഥലം നിരപ്പാക്കിയിട്ടാണ് അന്ന് മുസ്ലിങ്ങൾ അവിടെ നിന്ന് തിരിച്ചു പോകുന്നത് എന്ന് ചരിത്രത്തിൽ കാണാൻ കഴിയും. അദ്ദേഹം തന്നെ ഖാലിദ് റളിയല്ലാഹു അൻഹുവിനോടൊപ്പം മുഗീറത്ത് ഇബ്നു ശുഅബ റളിയല്ലാഹു അൻഹു ഉണ്ടായിരുന്നു. അദ്ദേഹം സഖീഫുകാരോട് പറയുന്നത് കാണാൻ കഴിയും, യാ മാശറ സഖീഫ് ഇന്നമാ ഹിയ ലിക്കാ, അല്ലയോ സഖീഫുകാരെ, ഇത് എന്താണ് മണ്ണ് കൊണ്ടുണ്ടാക്കിയ അല്ലെങ്കിൽ കല്ല് കൊണ്ടുണ്ടാക്കിയ ഒരു വസ്തു മാത്രമാണ്. ഹിജാറത്തുൻ മദർ, മണ്ണും കല്ലും ഒക്കെയാണല്ലോ ഇതിലുള്ളത്. ഫഖ്ബലു ആഫിയത്തല്ലാഹി വഅബ്ദു, അള്ളാഹുവിൻ്റെ ആഫിയത്ത് നിങ്ങൾ സ്വീകരിച്ചു. അള്ളാഹു ആണ് നമുക്ക് ഉപകാരം ചെയ്യുന്നതും ആഫിയത്ത് നൽകുന്നതും ഒരു മനുഷ്യനെ രോഗം മാറ്റി കൊടുക്കും, ഇതൊക്കെ വഅബ്ദു, ആ അള്ളാഹുവിനെ നിങ്ങൾ ആരാധിക്കൂ എന്ന് അവർക്ക് ഉപദേശം കൊടുക്കുകയും ഒക്കെ ചെയ്യുന്നത് നമുക്ക് കാണാൻ കഴിയും. അവസാനം അവരതിനെ തകർക്കുകയും ഖാലിദ് റളിയല്ലാഹു അൻഹു ഈ ലാത്തിൻ്റെ ഈ ക്ഷേത്രത്തിൽ, ഇപ്പം ഇന്നും മറ്റു പല ക്ഷേത്രങ്ങളിലും ഈ ഇത്തരത്തിലുള്ള ആരാധനാ കേന്ദ്രങ്ങളിലൊക്കെ കാണുന്നത് പോലെ ചില സമ്പത്തുകളൊക്കെ ഉണ്ടാവുമല്ലോ, അവിടെ ആഭരണങ്ങളും ഈ വിഗ്രഹത്തിന് ധരിപ്പിക്കുന്ന കുറേ സംഗതികൾ, അതൊക്കെയും മുസ്ലിങ്ങൾ ഒരു ഗനീമത്ത് പോലെ അതെടുത്ത് മദീനയിലേക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അടുത്തേക്ക് കൊണ്ടുപോവുകയും ചെയ്തു എന്ന് നമുക്ക് കാണാൻ കഴിയും. ഏതായാലും നമുക്കിവിടെ അവസാനിപ്പിക്കാം. സഖീഫ് ഗോത്രത്തിൻ്റെ വഫ്ദിനെ കുറിച്ച് മാത്രമാണ് നമ്മൾ ഇന്ന് ഈ തബൂക്ക് യുദ്ധത്തിന് ശേഷം അല്ലെങ്കിൽ ഈ കൊല്ലം നടന്ന ബാക്കി പ്രധാനപ്പെട്ട വഫ്ദുകളിൽ ഒന്നായി പറഞ്ഞത്. ഇനിയും പ്രധാനപ്പെട്ട 2-3 വഫ്ദുകളും പ്രധാനപ്പെട്ട 2-3 വ്യക്തികളും ഈ സമയത്ത് ഇസ്ലാമിക ചരിത്രത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം വരുന്ന ഇസ്ലാം സ്വീകരിക്കുന്ന ആളുകളുണ്ട്. അതിൽപ്പെട്ട ഒരാളാണ് ഇസ്ലാമിക ചരിത്രത്തിൽ തന്നെ അപൂർവങ്ങളിൽ അപൂർവം അല്ലെങ്കിൽ ചരിത്രത്തിൽ ഒരു തവണ മാത്രം നടന്നു എന്ന് പറയുന്ന പിന്നെ സ്ഥിരപ്പെട്ട ഇമാം മുസ്ലിം റഹ്മത്തുള്ളാഹിക്ക് ഉദ്ധരിച്ച സ്വഹീഹായ സംഭവമായിട്ടുള്ള ദജ്ജാലിനെ ഈ ലോകത്തൊരു കൂട്ടം ആളുകൾ നേരിട്ട് കണ്ടിട്ടുണ്ടെങ്കിൽ അങ്ങനെയൊരു സംഭവം. തമീമുദ്ദാരി എന്ന് പറയുന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹാബിയായിരുന്ന ഈ സമയത്ത് ദാരികൾ എന്ന് പറയുന്ന ദാരി ഗോത്രം, ലഹ്മ് എന്ന് പറയുന്ന ഫലസ്തീനിൽ ജീവിച്ചിരുന്ന അവർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്തേക്ക് നിവേദക സംഘമായി വരുന്നതും ഇസ്ലാം സ്വീകരിച്ച് തിരിച്ചു പോകുന്നത് ഫലസ്തീൻകാരാണ്. തിരിച്ചു പോകുന്നതൊക്കെ ഈ സമയത്താണ്, ഹിജ്റ 9 ഈ പറഞ്ഞ സമയത്താണ്. അപ്പോഴാണ് തമീമുദ്ദാരി എന്ന് പറയുന്ന തമീം എന്ന് പേരുള്ള അദ്ദേഹം, അഥവാ അദ്ദേഹത്തിൻ്റെ സഹോദരൻ നഈം എന്ന് പേരുള്ള ആൾ ഇവർ ഇസ്ലാം സ്വീകരിക്കുകയും അവരുടെ ജീവിതത്തിൽ കപ്പൽ യാത്രക്കിടയിലുണ്ടായ സംഭവവും ദജ്ജാലിനെ അവർ കാണാനിടയായ സംഭവമൊക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നതും അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മിമ്പറിൽ കയറി സ്വഹാബിമാരോട് അന്ന് സ്വഹാബികളും സ്വഹാബി വനിതകളും ഒക്കെ ഉൾക്കൊള്ളുന്ന ആ നിസ്കാരത്തിന് ശേഷമുള്ള സംസാരത്തിൽ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നതുമൊക്കെ ഈ ഒരു സമയത്താണ്. നമുക്ക് ഇൻഷാ അല്ലാഹ് അതും ഈ ദാരികൾ വന്ന ആ വഫ്ദും ഒക്കെ നമുക്ക് അടുത്ത ക്ലാസ്സുകൾ വിശദീകരിക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല കൂടുതൽ പഠിക്കാനും മനസ്സിലാക്കാനും നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. കേൾക്കുന്ന കാര്യങ്ങൾ അത് ചെറിയ പ്രാർത്ഥനകളായിരുന്നാലും ചെറിയ മര്യാദകളായിരുന്നാലും ചെറിയ നമ്മുടെ മനസ്സിൽ തട്ടുന്ന സ്വഭാവങ്ങളോ ചില സന്ദർഭങ്ങളോ ഒക്കെ ആയിരുന്നാലും അതൊക്കെയും ജീവിതത്തിൽ പുലർത്താൻ നമുക്ക് അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വഹാദ വസല്ലല്ലാഹു അലാ നബിയിന മുഹമ്മദ് വഅലാ ആലിഹി വസഹാബതിഹി കുല്ലിഹിം അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.